അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിൽ, 7 മീറ്റർ ഉയരമുള്ള മതിലുകൾ, 1.5 മീറ്ററുള്ള ഇലക്ട്രിക് ഫെൻസിംഗ്, മുഴുവൻ സമയം CCTV നിരീക്ഷണം. അവിടെ നിന്നും ഒരു തടവ് പുള്ളിക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? അതും ഒറ്റക്കയ്യനായ ഒരു കൊടും കുറ്റവാളിക്ക്. സൗമ്യ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഗോവിന്ദചാമി രക്ഷപ്പെട്ടത് ഗുരുതര സുരക്ഷാ വീഴ്ചയാണ്. എങ്ങനെയാണ് ഗോവിന്ദചാമി ജയിൽ ചാടിയത്? ആരാണ് രക്ഷപ്പെടാൻ അയാൾക്ക് സഹായം നൽകിയത്? ഗോവിന്ദചാമി ജയിൽ ചാടിയതറിഞ്ഞ് പോലീസും നാട്ടുകാരും വലവിരിച്ച് തിരച്ചിൽ നടത്തിയ മണിക്കൂറുകൾ. പുലർച്ചെ 1 മണി മുതൽ രാവിലെ 11 മണി വരെ നടന്ന നാടകീയ സംഭവങ്ങൾ വിശദമായി പരിശോധിക്കുകയാണ് സ്പോട്ട് ലൈവിൽ. ഗോവിന്ദചാമി രക്ഷപ്പെട്ട വഴികളിലൂടെ ഞങ്ങളുടെ പ്രതിനിധികളായ KV ബൈജുവും സുമേഷ് മോറാടിയും തത്സമയ വിവരണവുമായി ചേരും. ഇതോടൊപ്പം സൗമ്യയുടെ അമ്മ സുമതിയും സ്പോട്ട് ലൈവിൽ ചേരുന്നുണ്ട്. ആദ്യം KV ബൈജുവിലേക്കാണ്. ബൈജു, 11 മണിക്കൂറോളം നീണ്ട നാടകീയ സംഭവങ്ങൾ, വലിയ രീതിയിലുള്ളൊരു സുരക്ഷാ വീഴ്ച ഗോവിന്ദചാമി ജയിൽ ചാടിയതിന് പിന്നിലുണ്ട് എന്ന വിമർശനമുയരുന്നു. ആരാണ് ഇയാളെ സഹായിച്ചത്? ജയിൽ അധികൃതരുടെ സഹായം ഉണ്ടായിട്ടുണ്ടോ? തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കണം. അതിനു മുൻപ് ഇന്ന് പുലർച്ചെ 1 മണി മുതൽ 11 മണി വരെ, അതായത് ഗോവിന്ദചാമിയെ പിടികൂടിയ ആ മണിക്കൂറുകൾ വരെയും, അതായത് കേരളത്തെ മലയാളികളെ മുൾമുനയിൽ നിർത്തിയ ഒരു സമയമാണത്. കാരണം ഒരു കൊടും കുറ്റവാളി, ഒരു പ്രത്യേക ലൈംഗിക വൈകൃതമുള്ള വ്യക്തി, അയാൾ പുറത്തിറങ്ങുന്നത് സ്ത്രീകളെ സംബന്ധിച്ച്, പെൺകുട്ടികളെ സംബന്ധിച്ച് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമായിരുന്നു. എങ്ങനെയാണ് ബൈജു ഇപ്പോൾ നിൽക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് ഗോവിന്ദചാമിയെ പിടികൂടിയ സ്ഥലത്താണെന്നാണ്. എങ്ങനെയാണ് ഇയാളെ പിടികൂടാൻ കഴിഞ്ഞത് ബൈജു? അതെ ടോമേ, ഞാനിപ്പോൾ നിൽക്കുന്നത് ആ കൊടും കുറ്റവാളിയെ പിടികൂടിയ ആ സ്ഥലത്ത് നിന്ന് തന്നെയാണ്. അതിനു മുമ്പ് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാര്യത്തിൽ ഗുരുതരമായ വീഴ്ച ഈ ജയിൽ വകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നതിൽ ഒരു സംശയവുമില്ല. പ്രധാനമായും ഇയാളുടെ ഫോട്ടോ, നമുക്ക് പുറത്തുവിട്ട ഒരു ഫോട്ടോ ഉണ്ട്, ഇയാളെ കണ്ടുകിട്ടുന്നവർ ഈ നമ്പറിൽ ബന്ധപ്പെടുക എന്ന് പറഞ്ഞ്. ആ ഫോട്ടോയും ഇയാളെ പിടികൂടിയപ്പോൾ ഉണ്ടായ രൂപവും, അത് രണ്ടും ഒരിക്കലും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലാണ് രണ്ടും തമ്മിലുള്ളത്. ഇതിൽ ഏറ്റവും നിർണായകമായത് ഇവിടെ ഒരു ദൃക്സാക്ഷി ഉണ്ടായിരുന്നു. അയാൾ ഇയാളെ കണ്ടെത്തുകയും എടാ ഗോവിന്ദചാമി എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുകയും ചെയ്തതോടുകൂടിയാണ് ഈ സ്ഥലത്തേക്ക്, ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം, ടോമെ, നമുക്ക് ആ സ്ഥലം, ഇയാളെ ഏറ്റവും ഒടുവിൽ പിടികൂടിയ ആ കിണറിന്റെ സമീപത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ കിണറിൽ നിന്നാണ് ഇയാളെ പിടികൂടുന്നത്. ഇതിന്റെ ഈ അരികിൽ പിടിച്ചു നിൽക്കുന്ന രീതിയിലായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. ഈ സ്ഥലങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴും ഇയാൾ ഇതിന് തൊട്ട് സമീപത്തെ ഒരു കെട്ടിടത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. അത് നമ്മൾ തത്സമയം തന്നെ ആ കെട്ടിടം നമ്മൾ നേരത്തെ പ്രേക്ഷകർക്കൊക്കെ എത്തിച്ചതാണ്. അത് ഈ മുകളിലോട്ട് നോക്കിയാൽ നമുക്ക് കാണാം, ഇതിന്റെ മുകളിലാണ് ആ കെട്ടിടമുള്ളത്. ഈ കെട്ടിടത്തിൽ നിന്നും അവിടെ ഇയാളെ പിടികൂടുമെന്ന് ഉറപ്പായപ്പോൾ ഈ മതിൽ വഴി ഈ താഴേക്ക് ചാടുകയാണ്. ഏകദേശം സെൻട്രൽ ജയിലിനെ പോലുള്ള വലിയൊരു മതിലാണ് ഇത് വളരെ നിഷ്പ്രയാസം ഇയാൾ ചാടുന്നു. അതിനുശേഷം ഇതാ ഈ സമീപത്ത് കാണുന്ന ഈ കിണറിലേക്ക് ഇയാൾ, ഈ പടവിനാണ് ഇയാൾ പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നത്. ഈ കൃത്യമായി പടവ്, ഈ കിണറിന്റെ പടവിൽ ഇയാൾ പിടിച്ചു നിൽക്കുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടുന്നാണ് ഇയാളെ പോലീസും ഒപ്പം നാട്ടുകാരും ചേർന്ന് പിടികൂടുന്നതും പിന്നീട് ഇവിടെ നിന്നും കൊണ്ടുപോകുന്നതും. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിക്കുന്ന ദൃശ്യം. അത് ഇവിടെ നിന്നും പിടിച്ചുകൊണ്ടുന്ന ആ ദൃശ്യമാണ്. ഇതിന് തൊട്ട് മുകളിലായാണ് ആ കെട്ടിടമുള്ളത്. ഇതിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ടോം. നേരത്തെ ടോം ചോദിച്ചതുപോലെ തന്നെ ഒരുപാട് സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഇതിലൊന്നും ഉത്തരം ഇതുവരെ ലഭിച്ചിട്ടില്ല. സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് വ്യക്തമാക്കുന്നത് ഇയാളെ പിടികൂടുമ്പോൾ ഇയാളുടെ കയ്യിൽ ആയുധം ഉണ്ടായിരുന്നു എന്നാണ്. അതുകൂടാതെ ഇയാൾ രാവിലെ എങ്ങനെയാണ് ഈ സ്ഥലത്ത് നിന്നും എല്ലാവരെയും കണ്ണുവെട്ടിച്ച്, അതായത് ഒരു 9:30 ഇയാളെ ഇവിടെ നിന്നും ഒരാൾ കാണുന്നതും ഇയാൾ ഓടി ഈ സ്ഥലത്ത് മറിഞ്ഞിരിക്കുന്നതും. എങ്ങനെയാണ് ഇയാൾ 9 മണിക്ക് ഇയാൾ ഇവിടെ എത്തി? അത് നടന്നു വരികയാണ്. 5 കിലോമീറ്ററോളം മാത്രം വ്യത്യാസമാണ് ജയിലും ഈ സ്ഥലവുമായി ഉള്ളത്. ഇവിടുന്ന് 5 കിലോമീറ്ററാണ് ജയിലിലേക്കുള്ളത്. കൃത്യമായി ഇയാളെ ഇത്രയും അതീവ സുരക്ഷാ മേഖലയായ ഒരു ജയിലിനകത്ത്, ആ ജയിലിന് പുറത്ത് മറ്റൊരു കോമ്പൗണ്ട്, ആ കോമ്പൗണ്ടും കടന്നാണ് ഇയാൾ പുറത്തേക്ക് വന്നത്. ഒരുപാട് CCTV ദൃശ്യങ്ങൾ, CCTV ക്യാമറകളൊക്കെ ഉള്ള ഒരു ജയിലാണ്. ആ 24 മണിക്കൂറും നിരീക്ഷണം നടത്തേണ്ട ആ ക്യാമറകൾ എന്തുകൊണ്ട് ഇവർ രാത്രി പരിശോധിച്ചില്ല, രാത്രി അല്ലെങ്കിൽ നിരീക്ഷിച്ചില്ല? അതിനുശേഷം ഈ രാവിലെയാണ് 5 മണിയോടുകൂടിയാണ് ജയിലധികൃതർ ഈ വിവരം അറിയുന്നത്. നമുക്ക് ടോമെ, ഇവിടെയുള്ള ആളുകൾ, ഇവരുടെ ഈ കിണറിൽ ഈ സമയത്തുണ്ടായ ആളുകൾ തന്നെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എങ്ങനെയാണ് ഇയാൾ ഉണ്ടായിരുന്നത് നിങ്ങൾ കാണുന്നത്? അത് ഞങ്ങൾ രാവിലെ ഫസ്റ്റ് ഈ മെസ്സേജ് കിട്ടിയ ഉടനെ പിന്നെ ഇവിടെ വന്ന് എല്ലാം പരിശോധിച്ചാണ്, കിണറും ഈ പരിസരം എല്ലാം പരിശോധിച്ചാണ്. ഇവിടെ അങ്ങനത്തെ ഒരു കണ്ടില്ല, കിണർ സാധാരണ പോലെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു മെസ്സേജ് കിട്ടി, പിന്നെ
ഇവന് ജാമ്യന ഇവിടെ കിട്ടിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ ആൾക്കാരെല്ലാം അങ്ങോട്ട് ഓടിപ്പോയി. അപ്പോൾ ആ സമയത്തായിരിക്കാൻ ഒരു ഏതെങ്കിലും വഴി കിണറിൽ കയറ് പിടിച്ച് തൂങ്ങിയിട്ട് വെള്ളത്തിലുണ്ടായിരുന്നു. രണ്ടാമത് ഞാൻ വന്ന് തുറന്നു നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടത്. നിങ്ങളാണ് ഇത് ആദ്യം കാണുന്നത്? അതെ, ഞാൻ ആദ്യം കണ്ടത്. മുകളിൽ തലേക്ക് വന്ന് ഇതുവഴി എങ്ങനെ വന്നാണെന്ന് തോന്നി. പക്ഷെ ഇതുവഴി വരാൻ സാധ്യതയില്ല, കാരണം ഇവിടെ ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ ഏതൊരു ഇത് കാണാം. അപ്പം അങ്ങനെ വന്ന് വെള്ളത്തിനകത്ത് വന്നു. അപ്പം ഞാൻ ഡോർ തുറക്കുന്ന സമയത്ത് വെള്ളത്തിൽ, അതായത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ തീർച്ചയായും രക്ഷപ്പെടും. കാരണം ഇവിടെ തുറക്കാൻ ആരും വരില്ല, കാരണം ഇത് ലോക്കാണ് ഈ ഡോറ്. അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. തുള്ളി കഴിഞ്ഞാൽ ഇതേ വഴിയുള്ളൂ. ഈ വഴിയിൽ പോയി കഴിഞ്ഞാൽ അവിടെ പിടിക്കും. അപ്പോൾ അയാൾ കണ്ടൊരു തന്ത്രം. ഇയാൾ കാണുമ്പോൾ ഒരു ഗോവിന്ദച്ചാമിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായത്? അയാൾ രൂപ താടിയൊക്കെ വെച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ അതിന് മുമ്പ് വാട്സാപ്പിൽ ഫോട്ടോ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ എല്ലാവരും പരിചയം നടത്തുന്നുണ്ടല്ലോ. പിന്നെ ഇയാളല്ലാണ്ട് ഇവിടെ നിൽക്കേണ്ട വേറെ ആരാള്, ആ ഒരു ഐഡിയ എനിക്കുണ്ട്. അതാണ് ടോമേ നിർണായകമായത്. ഇദ്ദേഹം ഈ കണ്ടെത്തിയ സംഭവം തന്നെയാണ്. ടോമേ, ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ സമയം, ഇയാളെ പിടികൂടുന്ന സമയം കൃത്യമായി ഇത് പ്രേക്ഷകരിലേക്ക് മുന്നിലെത്തിച്ച ക്യാമറമാൻ സുമേഷ് മൊറാഴയെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. സുമേഷ് മൊറാഴ തന്നെ കുറച്ച് അനുഭവങ്ങൾ അതിൽ പറയും. സുമേഷ് മൊറാഴ ഒന്നും ഇങ്ങോട്ട് വന്നാൽ. സുമേഷ്, ഇത് നമ്മൾ ആ സ്ഥലത്ത് നിൽക്കുന്നു, ആ സമയത്ത് കൃത്യമായി അതിൻ്റെ അകത്തുനിന്ന് ശബ്ദം കേൾക്കുന്നു, ഇയാൾ ഇതിൻ്റെ അകത്തുണ്ടെന്ന് പറയും. നമ്മളെ തത്സമയം സംപ്രേഷണം ചെയ്യുകയും ചെയ്യാണ്. എങ്ങനെയാണ് ആ സമയത്ത് ഉണ്ടായി വരുമ്പോൾ തൊട്ട് മുന്നിൽ ഗോവിന്ദച്ചാമി? അതായത് ബൈജോട്ടാ, അത് പറയുന്നതിന് മുന്നേ ഈ വാർത്തയിൽ നിന്ന് നമ്മൾ ഇപ്പോഴും ഞെട്ടൽ മാറിയിട്ടില്ല എന്നുള്ളതാണ്. ഇത്ര ഒരു വാർത്ത രാവിലെ ഇങ്ങനെ ശ്രദ്ധയിൽ വരികയും ഈ ഗോവിന്ദച്ചാമി ജയിൽ ചാടി എന്ന് പറയുകയും ചെയ്യുമ്പോൾ അത് എത്രത്തോളം നമുക്ക് സ്ഥിരീകരിക്കാൻ വേണ്ടി നമുക്ക് തന്നെ ഒരു പ്രയാസം. അതായത് ഈ ജയിലിൻ്റെ ഉള്ളിൽ 10ാം ബ്ലോക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം. ഞാനതിൻ്റെ ഉള്ളിൽ കയറിയ ഒരാളാണ്. അത് നമ്മൾ ഈ ഇത്തരം പത്രസമ്മേളനം ആദ്യം ചോദിക്കാനായിരുന്നത് എങ്ങനെയാണ് ജയിലിനകത്ത് കയറിയ 10ാം ബ്ലോക്ക്, അതിന്റെ പരിസരം? അതായത് 10ാം ബ്ലോക്ക് എന്ന് പറയുന്ന അതീവ സുരക്ഷാ മേഖലയാണ്. അവിടെ പോലീസ് കാവലുള്ള സ്ഥലമാണ്. റിപ്പർ ചന്ദ്രൻ ഉൾപ്പെടെയുള്ള ഒരു ബ്ലോക്കാണ് ആ സമയത്ത് ഉണ്ടായിരുന്ന ബ്ലോക്കായിരുന്നു. അത്തരം ഒരു സ്ഥലത്തുനിന്ന് ഈ ഗോവിന്ദച്ചാമിയെ പോലുള്ള ഒരാൾ അതിൽ ജയിൽ ചാടി എന്ന് പറയുന്നത് നമ്മൾ മാധ്യമ പ്രവർത്തകർക്ക് എന്ന് പറയുന്നത് നമുക്കതിന് വിശ്വസിക്കാനുള്ള ഒരു പ്രയാസം ഉണ്ടായിരുന്നു. എന്നാൽ അത് പിന്നീട് അത് സ്ഥിരീകരിക്കുകയും ചെയ്യും. പിന്നീടാണ് നമുക്കതിൽ നിന്ന് ഒരു ഭയം ഇപ്പോഴും വിട്ടുമാറാത്ത രീതിയിലേക്ക് വരുന്നത്. നമ്മളതിൽ നേരെ ജയിലിലേക്ക് പോകുന്നു. അദ്ദേഹം ഈ തുള്ളിയ ആ സ്ഥലങ്ങൾ കാണുന്നു. അതിൻ്റെ ഈ ചരടും കയറും അതുപോലെ തന്നെ ബെഡ്ഷീറ്റൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളത് കണ്ടതാണ്. വിഷ്വൽ നമ്മൾ ഉൾപ്പെടെ നമ്മൾ എല്ലാവരും നമ്മൾ വിഷ്വൽ കാണിച്ചതാണ്. ഈ തൊട്ട് മുന്നിൽ ഗോവിന്ദച്ചാമി നമ്മൾ ആ തത്സമയം കൊടുത്താണ്. സുമേഷ് ആ ദൃശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന സമയത്ത് ഞാൻ തൊട്ടുപുറകിലല്ലേ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി അതായത് ഇദ്ദേഹം നമ്മളതൊരു തുറച്ച് നോക്കുന്ന ഒരു ഫീലായിരുന്നു നമുക്ക് തോന്നുന്നത്. അതായത് നമുക്കൊരു ഭയം അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഒരു ഭയം. ഇയാൾ ഒരു കൊലയാളിയാണ്, ഇയാൾ രക്ഷപ്പെടാനുള്ളത് എന്ത് അയാൾ ചെയ്തേക്കാം, ആ സമയത്ത് ചെയ്തേക്കാം. പോലീസ് പല ഭാഗത്തും ഇദ്ദേഹത്തെ തെരയുന്നു, നാട്ടിൽ ഉൾപ്പെടെ തെരയുന്നു. എന്നാൽ ഒരു സ്ഥലത്ത് ഈ കിണറിൽ ഇയാളെ കാണപ്പെടുകയും പിന്നീട് എന്താ നമുക്കറിയാലോ, അത്ര ഒരു ജയിൽ പുള്ളി ഇത്ര രീതിയിൽ ഒരു സാഹസികമായി ചെയ്ത ഒരു ജയിൽ പുള്ളി അത് എന്ത് ചെയ്യാം, രക്ഷപ്പെടുന്നതിന് ഇവിടെ എന്ത് ചെയ്യാം. ഒരു ക്യാമറമാനെ സംബന്ധിച്ചിടത്തോളം നമ്മളത് തൊട്ടടുത്ത് ഷൂട്ട് ചെയ്യുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ അതിൽ നിന്നുണ്ടായ പ്രയാസം, പ്രത്യേകിച്ച് ഈ പറയുന്നത് പോലെ ക്യാമറമാൻ എന്നുള്ള അതിൻ്റെ ഡ്യൂട്ടി ഉൾപ്പെടെ വരുമ്പോൾ നമ്മളത് പ്രേക്ഷകരിൽ അതിൻ്റെ ആ നല്ല രീതിയിലുള്ള വിഷ്വൽ ഉൾപ്പെടെ കാണിച്ച് പ്രേക്ഷകരിൽ അതിന് ഗൗരവം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്തത്. എന്തായാലും ടോമേ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനം. കാരണം സുമേഷ് പറഞ്ഞതുപോലെ തന്നെ അതിന്റെ ഞെട്ടൽ നമുക്കും ഇപ്പോൾ ഉണ്ട്. ഏതായാലും നമുക്ക് ആ മതിൽ, അതായത് സെൻട്രൽ ജയിലിലെ മതിൽ കൂടി സൂചിപ്പിച്ചതുപോലെ ഏറെ ഞെട്ടലുളവാക്കിയ ഒരു സംഭവമാണ്. എന്തായാലും വിശദമായി തന്നെ ഈ വിഷയത്തെക്കുറിച്ച് പരിശോധിക്കണം. എന്താണ് ഇന്ന് നടന്ന സംഭവങ്ങൾ, ഈ പുലർച്ചെ 1 മണി മുതൽ പിന്നീട് ഈ ഗോവിന്ദച്ചാമിയെ പിടികൂടുന്ന 11 മണി വരെ നടന്ന സംഭവങ്ങളെക്കുറിച്ച് വിശദമായി പരിശോധിക്കണം. എങ്ങനെയാണ്, എവിടെയാണ് ഇവിടെ പിഴവ് പറ്റിയത്, ആരെങ്കിലും ഇയാൾക്ക് സഹായം നൽകിയോ? എന്തായാലും കെ വി ബൈജു, ഈ ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ട കണ്ണൂർ സെൻട്രൽ ജയിലിൻ്റെ മുന്നിൽ നിന്നും ഉടൻ തന്നെ തത്സമയം ചേരുന്നതായിരിക്കും. അതിനു മുൻപ് ഏറെ നമ്മൾക്ക് ഈ ഗോവിന്ദച്ചാമിയെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓർമ്മ വരുന്നത്, ഇയാളുടെ ക്രൂരതകളെക്കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് സൗമ്യയുടെ അമ്മയുടെ മുഖമാണ്. അതായത് 2011 ഫെബ്രുവരി 1-ാം തീയതി പെൺമക്കളുള്ള അമ്മമാരെ സംബന്ധിച്ച് കണ്ണീരണിഞ്ഞ ദിവസം. അതിനുശേഷം വലിയ നിയമപോരാട്ടം നടത്തിയ അമ്മ തൻ്റെ മകളെ ക്രൂരമായി കൊലപ്പെടുത്തിയ ആ കൊടും കുറ്റവാളിക്ക് തൂക്കുകയർ ലഭിക്കാൻ വേണ്ടി പോരാട്ടം നടത്തി. പിന്നീട് ആ വർഷം തന്നെ, അതായത് 2011 നവംബറിൽ തന്നെ ഗോവിന്ദച്ചാമിക്ക് തൃശ്ശൂർ അതിവേഗ കോടതി തൂക്കുകയർ വിധിച്ചു. ഹൈക്കോടതിയും കീഴ്ക്കോടതിയുടെ വിധി ശരിവെച്ചു. പക്ഷേ ഗോവിന്ദച്ചാമിയെ രക്ഷപ്പെടുത്താൻ വേണ്ടി പല ഉന്നത കരങ്ങളും ശ്രമിക്കുന്നു. സുപ്രീം കോടതി വരെയും പ്രതിഭാഗം പോകുന്നു. ഒടുവിൽ കൊലക്കുറ്റം തെളിയിക്കാൻ, സുപ്രീം കോടതിയിൽ തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാതെ വരുന്നു. നിർഭാഗ്യമെന്ന് പറയട്ടെ, പിന്നീട് ഗോവിന്ദച്ചാമിയുടെ ശിക്ഷ, വധശിക്ഷ
ജീവപര്യന്തമായി കുറയ്ക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അത് ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ചത് സൗമ്യയുടെ അമ്മ സുമതിയെ തന്നെയാണ്. ഇന്ന് അതിലും ഞെട്ടലുളവാക്കിയൊരു ദിവസം. സൗമ്യയുടെ അമ്മ തന്നെ സ്പോട്ട് ലൈവിൽ ചേരുന്നുണ്ട്. അമ്മ, ഇന്ന് ഈ ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ എല്ലാ അമ്മമാർക്കും അവരെ ഏറെ ഭയപ്പെടുത്തിയൊരു സംഭവമാണ്. ഇതുപോലൊരു കൊടും കുറ്റവാളി, ലൈംഗിക വൈകൃതമുള്ളൊരു വ്യക്തി പുറത്തിറങ്ങിയാൽ ഞങ്ങളുടെ മക്കളുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് പല അമ്മമാരും ആശങ്കപ്പെട്ടിട്ടുണ്ട്. എന്താണ് അമ്മയ്ക്ക് തോന്നിയത്? ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് തോന്നിയത് എന്താണ്? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വാർത്ത രാവിലെ ഒരു ചാനലിലെ കുട്ടി എന്നെ വിളിച്ച് പറഞ്ഞിട്ടാണ് ഈ സംഭവം ഞാൻ രാവിലെ അറിയണത് തന്നെ. ഇങ്ങനെ ഗോവിന്ദൻചാമി ജയിലിൽ ചാടി എന്നുള്ള വിവരം ഇതറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഞെട്ടിപ്പോവുക ചെയ്തത്. കാരണം ഞാൻ ഈ 15 വർഷം ഈ 5-6 മാസമായി ഞാൻ ഇതേ വാക്ക് എന്നും ഉച്ചരിച്ചു കൊണ്ടിരിക്കണം. ഞാൻ അനുഭവിച്ച വേദന ഇനിയൊരു അമ്മയും ഈ ലോകത്തിൽ കഴിയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയേറെ നമ്മൾ അത് ഒരു ദുഃഖമായ ഒരു കാര്യമാണ്. അപ്പം ഇന്നിപ്പോൾ ഇത് ഈ ഇങ്ങനെയുള്ളൊരു മനസ്സുള്ള ഇവൻ ജയിലിൽ ചാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എത്ര പെൺകുട്ടികളുടെ ജീവിതമാണ് നഷ്ടപ്പെട്ടു പോകുക, എത്ര സ്ത്രീകളുടെ ജീവിതം എന്തായി പോകും എന്നുള്ളൊരു വല്ലാത്തൊരു ദുഃഖമായിരുന്നു എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. വിഷമങ്ങൾ മൊത്തം എനിക്കതായിരുന്നു. ഇവനെ എത്രയും പെട്ടെന്ന് പിടിക്കണം, അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിലുള്ള ഒരു ചിന്ത. പിന്നെ എൻ്റെ മനസ്സിലാകാനുള്ളൊരു ചിന്ത അത് മാത്രമായിരുന്നു. എത്രയും വേഗം അവനെ പിടിക്കപ്പെടണം. അവന് ഒരാളുടെ മുമ്പിലും ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരരുത് എന്നുള്ള ആ ഒരു ചിന്താഗതിയിലാണ് ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഒരു പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. അത് അത്രയും വലിയൊരു അവസ്ഥയാണത്. പിന്നെ ഈവൻ ജയിലിൽ ചാടി പറയുന്നുണ്ട്. ഈ ജയിലിൽ ചാടിയതിന് തീർച്ചയായും അമ്മ, ഇവിടെ ഒരു സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ട്. കാരണം ഇത്രയധികം ഉയരമുള്ള ഏകദേശം 7 മീറ്ററോളം ഉയരമുള്ള ഒരു ജയിലിൽ നിന്നും ഈ ഗോവിന്ദച്ചാമി ചാടണമെങ്കിൽ അവിടെ സ്വാഭാവികമായും ഒരു സഹായം ലഭിച്ചിരിക്കണം. എന്താണ് അമ്മയ്ക്ക് തോന്നുന്നത്? അത്തരമൊരു ജയിൽ അധികൃതരുടെ ഭാഗത്തൊരു വീഴ്ച ഈ ഗോവിന്ദച്ചാമിക്ക് ഒരു സഹായം നൽകിയെന്ന് അമ്മ കരുതുന്നുണ്ടോ? അവനൊരു സഹായം ഇല്ലാതെ, ഒരാളുടെ സഹായം ഇല്ലാതെ തീർച്ചയായും. കാരണം നമുക്കറിയാം അമ്മയുടെ നിയമം. കാരണം ഇപ്പൊ അവര് പറഞ്ഞ കുറെ ദിവസങ്ങളായി. പറയൂ. പറയാം. ഹലോ. അല്ല, ഇതിനകത്ത് നമുക്കറിയാം ഈ സൗമ്യയുടെ ദാരുണമായ ആ മരണം സംഭവിച്ചതിന് പിന്നാലെ അതിനുശേഷമുണ്ടായ സംഭവവികാസങ്ങൾ, ഗോവിന്ദച്ചാമിക്ക് വേണ്ടി പല ഉന്നതരും രംഗത്തിറങ്ങുന്നു. അതായത് മുംബൈയിൽ നിന്ന് പോലും വക്കീലന്മാരുടെ നീണ്ട നിര എത്തുന്നു. സുപ്രീം കോടതി വരെ ഒരു നിയമ പോരാട്ടം പ്രതിഭാഗത്തിന് നടത്തണമെങ്കിൽ നിസ്സാര തുക പോരാ, ലക്ഷങ്ങൾ അതിനുവേണ്ടി ചെലവഴിച്ചു. ഒരു ഭിക്ഷാടനം നടത്തിയിരുന്ന ഒരു ഗോവിന്ദച്ചാമി, എങ്ങനെയാണ് ഗോവിന്ദച്ചാമിക്ക് ഇത്രയധികം സാമ്പത്തികം ലഭിച്ചത്? ആരാണ് അയാളെ സഹായിച്ചത്? ആ സംഘം തന്നെ ആയിരിക്കുമോ ഇപ്പോഴും ഗോവിന്ദച്ചാമിയെ രക്ഷപ്പെടാൻ വേണ്ടി സഹായിച്ചതെന്നാണോ അമ്മയുടെ ഒരു അമ്മ എന്താണ് തോന്നുന്നത്? ഞാനിപ്പം ഇവന്റെ പിന്നിലുള്ള ആൾക്കാരുടെ കാര്യം എനിക്ക് വ്യക്തമല്ല, അങ്ങനെയെല്ലാം പറഞ്ഞു കേട്ട ഒരു അറിവുള്ളൂ. പക്ഷെ ഇപ്പം ഞാൻ പറയണു, ഈ ഗോവിന്ദൻചാമി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ ആരുടെല്ലോ സഹായം അവനുണ്ടായിട്ടുണ്ട്. അവനല്ലാതെ ഒരിക്കലും അവന് ഒറ്റയ്ക്ക് ഇത്രയും വലിയൊരു മതിലും ഈ ജയിലിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരാനും എല്ലാ സൗകര്യങ്ങളും ആരോ അവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. കാരണം 2-4 പോലീസുകാർ കാവലുള്ള ഒരാളാണ് ഈ ഗോവിന്ദൻചാമി. എത്രയും വലിയൊരു ക്രിമിനലാണ് അവൻ. ആ ക്രിമിനലിനെ പിന്നെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ആരെങ്കിലും ഇത് പുറത്തില്ലാതെ എങ്ങനെ പുറത്തിറങ്ങുന്നത്? അല്ലാതെ അവന് എങ്ങനെ പുറത്തിറങ്ങാൻ കഴിയും? അവന് പുറത്തിറങ്ങാൻ കഴിയും? അപ്പം അത് നമുക്കത് പറയാതിരിക്കാൻ പറ്റില്ല. ഇതിൻ്റെ പിന്നെ ഈ മതിൽ ഇത്രയും വലിയ മതിലാണിത്, ഒരു ചെറിയ മതിലൊന്നും അല്ലത്. അത്രയും വലിയ മതിലിൻ്റെ ഉള്ളിൽ നിന്ന് ഇപ്പം പുറത്തിറങ്ങി ഈ ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനവനൊരു പിന്നിലൊരാളില്ലേ? ഇതിൻ്റെ അകത്ത് ഈ പിന്നെ ഈ മതിലിനെന്തോ ഇലക്ട്രിക് കറണ്ടിൻ്റെ ഇത് വെച്ചിട്ടുണ്ടെന്ന് പറയണ്ടേ. ഇതിനെല്ലാം കവിച്ച് വെച്ചിട്ടാണ് ഈ ആൾ ഇവൻ ഇറങ്ങി വന്നിരിക്കണത്. അപ്പം അത് കണ്ടെത്തണം എന്തായാലും. ഇപ്പം ഈ ഉണ്ടായ സംഭവങ്ങൾ ഇതെങ്ങനെയെന്നുള്ളത് കണ്ടെത്തിയേ പറ്റുള്ളൂ. ഇത്രയും സുരക്ഷിതമായി ഈ ജയിലിനുള്ളിൽ കിടക്കുന്ന ഇവൻ പുറത്തിറങ്ങി വന്നിട്ട് ഇത് എങ്ങനെ ചെയ്യാൻ?
അപ്പം അതൊരു വലിയ തന്നെ പിഴവല്ല അവരെടുത്ത് പറ്റിപ്പോയിരിക്കണത്. അങ്ങനെ ഒരു പിഴവ് പറ്റാൻ പാടുണ്ടോ? ഇത് ചെറിയൊരു ക്രൂരതയല്ല. ഒരു പെൺകുട്ടി സൗമ്യ എന്ന് പറയുന്ന ആ കുട്ടീനെ പിച്ച് ചീന്തി അവളെ ഇനി എങ്ങനെയെല്ലാം ഉപദ്രവിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് അത്രയും വേദന അനുഭവിച്ചിട്ടാണ് എൻ്റെ മകള് പോയിരിക്കുന്നത്. ആ മകളുടെ അവൾ അനുഭവിച്ച വേദന, അവളെ ദുഃഖങ്ങള് ഇന്ന് ഈ 15 കൊല്ലം ഈ 6 വർഷമായി ഞാൻ ആ ദുഃഖം പേരും കൊണ്ട് നടക്കണത്. അതൊരിക്കലും ശരിയല്ല. കാരണം ഇത് ഇവൾക്ക് ഇവിടെ ഇവൻ പുറത്തിറങ്ങാൻ ആരാണ് സഹായിച്ചത് അത് കണ്ടെത്തിയേ മതിയാവുള്ളൂ. അതെനിക്ക് എന്തായാലും അത് കണ്ടെത്തിയത് അറിയണം. പിന്നെ ഇവന് ഇത്രയും കാലം വെച്ചപ്പോൾ ഇനി അവന് തൂക്കുകയറ് മാത്രമേ അവന് കിട്ടാവൂ. ഇനി അവനത് മാത്രമേ അവനെ അർഹിക്കുന്നുള്ളൂ. അവന് അതിന് മേലെ ഒരു ഇത് അർഹിക്കുന്നില്ല. അത്രയും ക്രൂരമായ ഒരു ഇവിടെ നമുക്കറിയാം സൗമ്യ ദാരുണമായി കൊല്ലപ്പെട്ട് ആ വർഷം തന്നെ നവംബറിൽ തന്നെ തൃശൂർ അതിവേഗ കോടതി ഗോവിന്ദച്ചാമിക്ക് കൊടും കുറ്റവാളിക്ക് തൂക്കുകയർ വിധിച്ചതാണ്. പിന്നീട് ഹൈക്കോടതിയും അത് ശരിവെച്ചതാണ്. പക്ഷെ അതിനുശേഷം പ്രതിഭാഗം സുപ്രീം കോടതിയിൽ പോകുന്നു. ഒറ്റക്കയ്യനായിട്ടുള്ള ഗോവിന്ദച്ചാമിക്ക് ഒരു പെൺകുട്ടിയെ സൗമ്യയെ കൊലപ്പെടുത്താൻ കഴിയുകയില്ല എന്ന വാദം നിരത്തുന്നു. ഈ വാദം സ്വാഭാവികമായും ഒരു സംശയം, ഇത്തരം സംശയങ്ങൾ സുപ്രീം കോടതി ജഡ്ജിമാർ പോലും ഉന്നയിച്ചതാണ്. അങ്ങനെ തെളിവുകളുടെ അഭാവത്തിൽ കൊലക്കുറ്റം ഒഴിവാക്കുന്നു. അതിനുശേഷമാണ് ഗോവിന്ദച്ചാമിയുടെ ഈ വധശിക്ഷ ഒഴിവാക്കുന്ന സാഹചര്യം പോലും ഉണ്ടായത്. പക്ഷെ ഇവിടെ വളരെ വ്യക്തമല്ലേ, ഈ ഒറ്റക്കൈ കൊണ്ട് ഇത്രയധികം ഉയരമുള്ള ഒരു ജയിൽ ചാടാൻ കഴിയുമെങ്കിൽ വളരെ വ്യക്തമായ കാര്യമാണ്. ആ ഒറ്റക്കൈ ഉപയോഗിച്ച് തന്നെ ആ ദാരുണമായ സംഭവം, അത്രയും ക്രൂരമായ കൃത്യം നടത്താനും ഇയാൾക്ക് കഴിയില്ലേ? അപ്പോൾ ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇത്രയും വലിയ പിന്നെ ഈ ഇത്രയും വലിയൊരു കണ്ണൂർ ജയിലെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ജയിലല്ല, അത്രയും വലിയൊരു ജയിലാണ്. ആ ജയിലിനുള്ളിൽ ഇത്രയും രീതിയിൽ അവന് പുറത്തിറങ്ങാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒറ്റക്കൈ വെച്ചിട്ട്, ഈ പാതി കൈ വെച്ചിട്ട് അവൻ ഇറങ്ങിയിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഈ സൗമ്യ എന്ന് പറഞ്ഞ കുട്ടീനെ, ഈ ഒരു പെൺകുട്ടീനെ അവൻ ഉപദ്രവിച്ചിട്ടില്ല, ഇങ്ങനെല്ലാം ആക്കിയില്ല എന്ന് എന്താ ഇത്. എന്നിട്ട് അത് സുപ്രീം കോടതി പോയപ്പോഴാണ് ആ കേസ് ഇങ്ങനെയല്ല ആയത്. എന്നിട്ടാണ് ഇപ്പം അത് പിന്നെ നമ്മൾ പിന്നെ മുഖ്യമന്ത്രി തൃശ്ശൂർ കിഴിക്കോടതിയിൽ നിന്നും അവന് 2011 നവംബർ 11 പിന്നെ തൂക്കുകയർ വിധിച്ചത്. അത് കഴിഞ്ഞു പിന്നെ 17 ഇത് വന്നിട്ട് അല്ല സുപ്രീം കോടതി അല്ല ഹൈക്കോടതിയിൽ നിന്നും അവന് തൂക്കുകയർ വന്നത്. അത് കഴിഞ്ഞിട്ടാണ് അവന് സുപ്രീം കോടതി പോയപ്പോൾ അത് അങ്ങനെയല്ല പറഞ്ഞിട്ടാണ് അത് ഇങ്ങനെയെല്ലാം വന്നു ചേർന്ന് ഞാൻ മുഖ്യമന്ത്രിയെ കണ്ടിട്ടാണ് അവന് പുറലോകം കാണരുത്, അപ്പം ഈ പുറലോകം അവൻ കാണരുത്. എനിക്കത് ഇതാണ്. കാരണം ഇനിയൊരു അമ്മയും കരയാനുള്ളൊരു ഇട വരുത്തരുത്. അവന് ഇപ്പൊ ഇന്ന് തന്നെ അവൻ ജയിലിൽ ചാടി എന്ന് പറഞ്ഞപ്പോ തന്നെ നമ്മളെ അമ്മയുടെ കണ്ണീരും ഇവിടെ വീഴാൻ പാടില്ല സമൂഹം ആഗ്രഹിക്കുന്നത്. പക്ഷേ അന്ന് സൗമ്യയ്ക്കും, അതായത് 2011 നവംബറിൽ സൗമ്യയ്ക്കും സൗമ്യയുടെ അമ്മയ്ക്കും നീതി കിട്ടിയെന്ന് നമ്മളൊക്കെ അങ്ങ് പറഞ്ഞതാണ്. അതായത് വാർത്താ മാധ്യമങ്ങളടക്കം ഞങ്ങളൊക്കെ കരുതിയതാണ്. പക്ഷെ അതിനുശേഷം സുപ്രീം കോടതിയിൽ നിന്നും വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. നീതി നിഷേധിക്കപ്പെട്ടു എന്നാണോ അമ്മയ്ക്കൊരു പരിഭവമുണ്ടോ? എനിക്ക് മനസ്സിലായില്ലേ പറഞ്ഞത്. നീതി ഹലോ അമ്മയ്ക്ക് നീതി കാരണം സുപ്രീം കോടതിയിൽ നിന്നും ഈ ഗോവിന്ദച്ചാമിയുടെ വധശിക്ഷ ഒഴിവാക്കിയപ്പോൾ ഒരു നീതി നിഷേധിക്കപ്പെട്ടു, നീതി കിട്ടിയില്ല എന്നൊരു പരിഭവം അമ്മയ്ക്കുണ്ടോ? അതെന്തായാലും അങ്ങനെ തന്നെയല്ല. അവന് ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത്. തൂക്കിക്കൊല്ലണം എന്നുള്ള ചിന്താഗതി തന്നെ ആ തൂക്കുകാർ തന്നെയാണ് അവന് മേടിച്ചു കൊടുക്കണം തന്നെ ഞാൻ ആഗ്രഹിച്ചത്. എനിക്കത് തന്നെയാണ് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആഗ്രഹം. ഇപ്പോഴും എൻ്റെ മനസ്സിൽ ആ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ഈ 15 വർഷം ഇത്രയും കാലമായിട്ട് ഞാൻ അവൻ്റെ മരണം കാത്തിരിക്കുകയാണ്. ഇപ്പം അറിയാലോ എൻ്റെ മകൻ്റെ അവസ്ഥ എങ്ങനെയാണ്. മകനും പോയി മകളും പോയി. അപ്പം എനിക്ക് ഇനിയിപ്പോൾ അവൻ്റെ മരണമാണ് ഞാൻ ഈ ഭൂമി കാത്തിരിക്കുന്നത്. അവൻ്റെ മരണം എന്നാണ് ചെവി കേൾക്കണമെന്നുള്ള ചിന്താഗതിയിൽ ഇരിക്കുമ്പോഴാണ് അവൻ ജയിലിൽ ചാടി എന്ന് അറിയണത്. അതിന് ഇതിൽ ഇവൻ്റെ കൂടെ നിന്നത് ആരായാലും അവരെല്ലാം പുറത്തും കൊണ്ടുവരണം.
ഇവൻ ഇനി തൂക്കുകയറി ഇനി അവൻ പുറലോകം എന്താണെന്ന് അവൻ അറിയരുത്. അതാണ് ഏറ്റവും ആവശ്യം. എനിക്ക് അതാണ് ഇനി വേണ്ടത്. ഇനി ഒരു അമ്മ ഇതുപോലെ കരയാനുള്ള ഒരു അവസ്ഥ ഉണ്ടാവരുത്. ഒരു അമ്മയ്ക്ക് ഇതുപോലെ ഒരു കണ്ണുനീര് വരാനുള്ള ഒരു വഴി ഉണ്ടാവരുത്. ഒരു മകള് പുറത്തിറങ്ങിപ്പോയി അകത്ത് കയറി വരുന്നവരെ ആ അമ്മയുടെ മനസ്സിൽ തീയാണ്. തീർച്ചയായും ഈ ഗോവിന്ദസ്വാമി രക്ഷപ്പെട്ട ഒരു സാഹചര്യം അതൊക്കെ പരിശോധിക്കേണ്ടതാണ്, വിശദമായി അന്വേഷിക്കേണ്ടതാണ്. അമ്മയുടെ നിയമ പോരാട്ടം ഇനിയും തുടരുമോ? കാരണം ഈ രീതിയിൽ സുപ്രീം കോടതി അന്ന് ഉന്നയിച്ച ചോദ്യം, ആ ഒറ്റക്കയ്യനെ ഇതുപോലുള്ള ക്രൂരകൃത്യം ചെയ്യാൻ കഴിയുമോ എന്നൊരു ചോദ്യം, അതിപ്പോൾ ഇതല്ല, ഇത്രയധികം ഉയരമുള്ളൊരു മതിൽ ചാടിയെങ്കിൽ സ്വാഭാവികമായും അതിനപ്പുറവും ചെയ്യാൻ കഴിയുമെന്ന് തന്നെ വ്യക്തമാകുന്നതാണ് ഇയാളുടെ ജയിൽ ചാട്ടം. അമ്മ ഇനി ഈ മകൾക്ക് നീതി കിട്ടാൻ വേണ്ടി, സൗമ്യയ്ക്ക് നീതി കിട്ടാൻ വേണ്ടി ഇനിയൊരു നിയമ പോരാട്ടത്തിനുള്ളൊരു സാധ്യതയുണ്ടോ? ആ ഒരു നീക്കം അമ്മയുടെ ഭാഗത്തുനിന്നുണ്ടാകുമോ? ഞാൻ ഇപ്പം എന്തായാലും ഇന്ന് രാവിലെ ഞാനിപ്പോൾ ഇതെല്ലാം കേട്ടിട്ടുള്ള ആ ഷോക്കിന്ന് ഇപ്പോഴും ഒന്നും മാറിയിട്ടില്ല. അപ്പം അവരെ പിടിച്ചു എന്നുള്ളൊരു സമാധാനം മാത്രമേ ഉള്ളൂ. ഞാൻ ഇതിന് അങ്ങോട്ട് മുൻപോട്ട് പോവാൻ എനിക്ക് എന്തായാലും ഇവന് ആരിതിൽ സപ്പോർട്ട് ചെയ്തതെന്ന് എനിക്ക് എന്തായാലും അത് അറിയണം. പിന്നെ അവൻ പുറലോകം കാണരുത്. ഇതാണ് എൻ്റെ ആവശ്യം. ഈ പുറലോകം എന്തെന്ന് ഇനി അവൻ കാണുകയും ചെയ്യരുത്. ഇവന് ഇതിന് വേണ്ടി ഇവിടെ ഈ ജയിലിൽ ഇവന് ആരാണ് ഇതിന് സപ്പോർട്ട് നിന്നതെന്ന് എനിക്കറിയണം. അതെനിക്ക് അറിഞ്ഞേ പറ്റൂ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ നാളെ ഇതിലപ്പുറമല്ലേ സംഭവിക്കാൻ പോണത്. പിന്നെ എനിക്ക് നീതി കിട്ടണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ മരണം കാണണം. എന്നെങ്കിലാണ് എനിക്ക് ഞാൻ ശരിക്കും നീതി കിട്ടിയെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ സൗമ്യനെ എങ്ങനെ ചെയ്യാൻ പറ്റുമോ, ഒരു പെൺകുട്ടീനെ എങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നെല്ലാം ചോദിച്ചു എന്ന് പറഞ്ഞു. അതന്നെ ഞാനിപ്പോൾ പറയണത്. ഇത്രയും വലിയൊരു മതിലും ഇങ്ങനെയെല്ലാം ചെയ്യാൻ കഴിയുന്ന ഒരാൾക്ക് ഈ പെൺകുട്ടീനെയാണോ അങ്ങനെ ചെയ്യാൻ പറ്റാത്തത്? ആണോ? അതിനിപ്പോൾ തെളിവ് വന്നില്ല. ഇപ്പം ഇത് എന്തായാലും ഇവന്റെ പിന്നിലൊരാളില്ലാതെ ഇപ്പം ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. അത് വേറെ കാര്യം. എങ്കിലും ഇവിടെ കിടക്കുന്നത് ഈ ഒരു ചോദ്യമല്ലേ. ഇതെല്ലാം കഴിഞ്ഞു. അവിടുന്ന് അവർക്ക് എന്തായാലും സൗമ്യം മറന്നിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു വലിയൊരു ഇതാണ് ആ ആൾക്ക് ഗോവിന്ദൻചാമിനെ ഓർമ്മ വന്നത്. അപ്പൊ ആ ആള് ഇന്നത്തെ വാർത്ത കണ്ടു, അവനെ വിളിച്ചു, അവനെ പിടിക്കാൻ പോയി, അവൻ ഓടി, കിണറ്റിൽ പോയി ചാടി. അത് ചത്തതും ഇല്ല. അവൻ കിണറ്റിൽ പോയി ചാടിയിട്ട് അവൻ കയറി തൂങ്ങി നിൽക്കുക ചെയ്തത്. അവനെ ചത്തിരുന്നെങ്കിൽ നാട്ടിൽ അത്ര ജനങ്ങൾ സമാധാന സന്തോഷം ഉണ്ടാവും അവർക്ക്. അതുപോലും അവന് നിഷേധിച്ചിട്ട്, മരണം പോലെ അവനെ നിഷേധിച്ച പോലെയാണ് ഇപ്പൊ ഇരിക്കണത്. അതല്ല എനിക്ക് ഇനി ഇതിന്റെ എല്ലാം ഒരു ഇത് വരാതെ എന്റെ മനസ്സൊന്ന് ശരിയാവും. തീർച്ചയായും ഇവിടെ നഷ്ടപ്പെട്ടത് നമുക്കറിയാം അമ്മയ്ക്ക് തന്നെയാണ്, തൻ്റെ പ്രിയപ്പെട്ട മകളെ. അതിനുശേഷം മകനെ നഷ്ടപ്പെടുന്നു. പക്ഷേ അമ്മ ഇതിൻ്റെ അകത്ത് ഈ ഗോവിന്ദസ്വാമിയെ രക്ഷപ്പെടാൻ വേണ്ടി സഹായിച്ച അഡ്വക്കേറ്റ് ആളൂരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. പക്ഷേ ഇതിന് പിന്നിൽ, ഇയാൾക്ക് പിന്നിൽ ആരായിരുന്നു, ആളൂരിനെ അടക്കം രംഗത്തിറക്കിയത് ആരായിരുന്നു എന്ന് ഒരുപക്ഷെ പൊതുസമൂഹത്തിന് അറിയേണ്ടതുണ്ട്. അതുണ്ട്. അത് ജനങ്ങൾ അങ്ങനെ അറിയണം എന്ന് പറയണതിൽ നമുക്കൊന്നും പറയാനില്ലല്ലോ. ഒരു റോട്ടിൽ കിടക്കുന്ന ഒരു ഭിക്ഷക്കാരൻ, ഒരു ഗതിയില്ലാത്ത ഒരുത്തന് അവന് വേണ്ടിയിട്ട് ഈ ഒരു ആളൂരം, ഇത്രയും വലിയൊരു വക്കീൽ, ആളൂരം വക്കീൽ എന്ന് പറഞ്ഞൊരു വക്കീൽ വന്നു, എല്ലായിടത്തും വന്നു, ഒപ്പം നിന്ന് കേസ് വാദിക്കാൻ വന്നു. എന്നിട്ട് സുപ്രീം കോടതി വരെ അവൻ കൂടെ നിന്നു. അന്നേ ജനം അവനോട് പറഞ്ഞിട്ടുണ്ട്, നീ ഇങ്ങോട്ട് എറിയുന്ന കല്ല് തിരിച്ച് നിന്റെ തലയിൽ തന്നെ വന്ന് വീഴും, അന്ന് നീ പൊട്ടിത്തെറിക്കും എന്ന് അന്നേ ജനം മൊത്തം അവനോട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് അതേപോലെ തന്നെ അവൻ പൊട്ടിത്തെറിച്ച് പോയില്ലേ. ഞാൻ ഈ ആളൂരാൻ വക്കീലിനോട് ഏതോ ഒരു അഭിമുഖത്തിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഈ ദുഷ്ടന് വേണ്ടിയിട്ട് ഈ വാദിച്ച് കണ്ട പണം കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും പ്രയോജനപ്പെടോ? ചത്തു പോകുമ്പോ ആരും ഒന്നും കൊണ്ടുപോവില്ല. അവൻ കൊണ്ടുപോയത് എന്താ? ഈ പണമെല്ലാം അവന്റെ നെഞ്ചത്ത് വെച്ച് കൊണ്ടുപോയോ? ഈ ദുഷ്ടന് വേണ്ടി നിന്നിട്ട് എന്തെങ്കിലും കൊണ്ടുപോയോ? ഒരാൾക്ക് ഒന്നും ചെയ്തിട്ട് ഒരു കാര്യമില്ല. എല്ലാരും പോകുമ്പോ ഒന്നും കൊണ്ടുപോവില്ല. എന്തിനു പിന്നെ അവൻ ഇത് ചെയ്തത്? പിന്നെ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടുന്ന് നമുക്ക് നീതി കിട്ടിയിരുന്നു. ആ നീതി പോലും നിഷേധിച്ചുവൻ. എന്നിട്ട് അവൻ ചത്തുപോയില്ലേ? അവൻ അനുഭവിക്കേണ്ട മുഴുവൻ അവൻ അനുഭവിച്ചിട്ട് തന്നെയാ പോയിരിക്കണത്. ആളൂരാൻ വക്കീല്, ഇനി ഒരു വക്കീല് അങ്ങനെ ഒരു വരില്ലല്ലോ, വരാതിരിക്കട്ടെ.
ഇനി ഇതുപോലുള്ള ദുരിതങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതുപോലുള്ളൊരു വക്കീൽമാർ ഇറങ്ങാതിരിക്കട്ടെ. ഇതുപോലുള്ള വക്കീൽമാര് ഇതേപോലത്തെ കേസിന് വേണ്ടിയിട്ട് ഇതേപോലെ ഈ ആളൂരാൻ വക്കീലിനെ പോലെ പണം വാങ്ങിയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാം തലയിൽ ഇടുത്തി വീഴുള്ളൂ അവസാന കാലത്ത്. അതുണ്ടാവുള്ളൂ. പണം സമ്പാദിക്കാന്നേ ഉള്ളൂ. പക്ഷെ അതൊന്നും അനുഭവിക്കാൻ അവർക്ക്. തീർച്ചയായും അതൊക്കെ തന്നെയാണ് പിന്നീട് സംഭവിച്ചത്. നമ്മൾ മലയാളികൾ കേട്ടതും കണ്ടതും ഒക്കെ അതാണ്. എന്താണ് ഗോവിന്ദചാമിയെ രക്ഷപ്പെടുത്താൻ എത്തിയവർക്ക് സംഭവിച്ചതെന്നൊക്കെ കാലം നമുക്ക് കാട്ടിത്തന്നാണ്. അമ്മ, അവസാനമായ ഒരു ചോദ്യം കൂടി. ഇപ്പോൾ സ്വാഭാവികമായും ഈ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടണമെങ്കിൽ ഗോവിന്ദചാമിക്ക് പല ഉന്നതരുടെയും സഹായം ലഭിച്ചു കാണണം. അവരെ കണ്ടെത്താൻ വേണ്ടി അവർക്ക് ശക്തമായ അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ വേണ്ടി അമ്മയുടെ ഭാഗത്തു നിന്ന് നീക്കം എന്താണ്? മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകാനുള്ള നീക്കമുണ്ടാകുമോ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആരോടും ഇതിനെപ്പറ്റി ഒരു അഭിപ്രായം ഒന്നും ചോദിക്കാൻ പോയിട്ടില്ല. കാരണം ഇത് ഞാൻ പറഞ്ഞു, രാവിലത്തെ ഈ ഷോക്ക് എന്നിട്ട് ഇപ്പോഴും ശരിക്കും അങ്ങോട്ട് ആയിട്ടില്ല. നമുക്ക് അവനെ പിടിച്ചെങ്കിലും നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഒരു വിറയൽ മാറിയിട്ടില്ല. അപ്പം അതെന്തായാലും ഞാൻ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു തീരുമാനത്തിന് ഞാൻ എത്തും. കാരണം എനിക്ക് ഇത്രയും വലിയൊരു ജയിലിൽ ചാടണമെങ്കിൽ പിന്നെ മറ്റുള്ളവർ സഹായിക്കാതെ ഒരിക്കലും അവന് ജയിലിൽ ചാടാൻ പറ്റില്ല. ഇത് സാധാരണ ഒരു മതിലല്ല അത്. സാധാരണ ഒരു ജയിലല്ല അത്. ഇത്രയും പോലീസുകാരും കാര്യങ്ങളും എല്ലാവരും അതിൻ്റെ ഉള്ളിലുണ്ട്. കുറച്ചൊന്നുമല്ല ഈ കണ്ണൂർ ജയിലിൽ ഉള്ള പോലീസുകാർ. അത്രയും പോലീസുകാരുടെ കണ്ണും ഇതെല്ലാം വെട്ടിച്ച് ഇവൻ പുറത്തിറങ്ങണമെങ്കിൽ അതിൻ്റെ പിന്നിൽ അവൻ്റെ ഒരാളില്ലാതെ അവനിതിന് പുറത്തിറങ്ങാൻ പറ്റില്ല. അവൻ കണ്ണൂർ ജയിലിൽ നിന്ന് അവൻ പുറത്ത് ചാടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എന്തായാലും ഒരാളുണ്ട്. അത് ഇനി എന്താണെന്നുള്ളത് അന്വേഷിച്ച് കണ്ടെത്തിയേ പറ്റൂ. അത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം കണ്ണൂർ പപ്പൻ ജയിലിൽ ചാടിയപ്പോഴത്തേനും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാർ, പോലീസ് നായ അടക്കം പിന്നാലെ ഓടി. ഈ പോലീസുകാരും വലിയ വലിയ ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും പോയി. എല്ലാവരും അതിൽ സഹകരിച്ചു. പറഞ്ഞ കണ്ണൂരുള്ള ജനങ്ങളും, ആ കണ്ണൂരുള്ള ജനങ്ങളുടെ ഒരു ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ണൂരിൽ നിന്ന് ഇന്നും ഞാനത് പറയാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ഇപ്പം എൻ്റെ മോള് പോയി ഇത്രയും വർഷങ്ങളായെങ്കിൽ പോലും ഈ കണ്ണൂർ നാട്ടിൽ ഒരുപാട് ജനം എന്നെ വിളിച്ച് ചോദിക്കും ഇപ്പോഴും, അമ്മ സുഖാന്നോ, സൗമ്യയുടെ അമ്മയ്ക്ക് സുഖാന്നോ, സുഖമായിരിക്കുന്നു അമ്മ. ഇപ്പം സന്തോഷിൻ്റെ ഈ പ്രശ്നം കഴിഞ്ഞപ്പോൾ ഒരുപാട് പേര് എന്നെ വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? സൗമ്യനെ ആരും മറന്നിട്ടില്ല. ഒരാളും അവളെ മറക്കൂല. ഈ ഗോവിന്ദചാമിനെ ആരെങ്കിലും മറക്കൂ? അപ്പം ആരും മറക്കില്ല. അവൻ്റെ മരണം വരെ അവനാരും മറക്കില്ല. അപ്പം ആ മറക്കാത്ത കാരണം കൊണ്ടാണ് ഇന്ന് ആ ആള് ആരാണ്, എനിക്ക് അയാൾക്ക് ഞാനൊരു സലോട്ട് കൊടുക്കണമെന്ന് എനിക്കുണ്ട്. അയാളൊന്ന് കൈ പിടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അയാൾക്ക് ഈ ഗോവിന്ദചാമിനെ ഒന്ന് വിളിക്കാൻ തോന്നിയതും അയാളെ ഇങ്ങനെ എല്ലാവരും അറിയിക്കാൻ തോന്നിയതും പിടിച്ചതും അത് തന്നെയാണ് അതിൻ്റെ ഇത്. അവൻ എവിടെ പോയിട്ടും കാര്യമില്ല, അവനെ നമ്മുടെ ഈ ജനം പിടിക്കും. കാരണം ഇന്നും അവനോട് സൗമ്യയുടെ കാര്യം ഓർക്കുമ്പോൾ ഇന്നും അമർഷമുള്ള ഒരുപാട് ജനം ഇന്നും എൻ്റെ കൂടെ ഉണ്ട്. ഞാൻ ഏത് നാട്ടിൽ ചെന്നാലും എൻ്റെ മകളായിട്ട് തന്നെ എന്നും ഞാൻ അറിയപ്പെടുന്നത്. അല്ലാതെ ഞാൻ ഇവിടുന്ന് എവിടെ ചെന്നാലും ഞാൻ പോലും അറിയില്ല ഓരോ നാട്ടിൽ ചെന്ന് അയ്യോ ഇത് സൗമ്യയുടെ അമ്മയല്ലേ പോയതെന്ന് പറയുമ്പോൾ അത് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എന്തൂര് അത് തന്നെയാണ് എൻ്റെ വിജയവും. എൻ്റെ വിജയവും അത് തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, എനിക്ക് വേണ്ടിയിട്ട് അന്ന് എൻ്റെ മകൾക്ക് ഇത് സംഭവിച്ചപ്പം ഈ പത്രക്കാരും ചാനലുകാരും എൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. എൻ്റെ കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെൻ്റെ കൂടെ നിന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇന്നിപ്പോൾ ഇങ്ങനൊരു സംഭവം ഉണ്ടായപ്പോഴും അവരുടെ വായെന്നാണ് ഞാനിത് ആദ്യം കേട്ടത്. എൻ്റെ വീട്ടിലിപ്പോൾ TV ഇല്ല. അത് കാരണം കൊണ്ട് ഞാൻ അവർ പറഞ്ഞിട്ടാണ് ഞാൻ ആ വിവരം വീട്ടിൽ പറഞ്ഞത്. അപ്പം ഇനിയും എന്ത് പ്രശ്നം ഉണ്ടായാലും അവരെൻ്റെ കൂടെ ഉണ്ടാവും. അതെനിക്ക് നല്ല വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൽ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും ഇതുപോലെയുള്ള പല കാര്യങ്ങളും ഇനി വരുമ്പോഴും ഇവരെല്ലാവരും എൻ്റെ കൂടെ ഉള്ളിടത്തോളം കൂടെ എനിക്ക് എല്ലാം ബലമാണ്. ഇതുപോലെ കുറേ ജനമുണ്ട് എൻ്റെ എനിക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അറിയാത്ത കുറേ ജനങ്ങൾ സൗമ്യ ആരാധിക്കുന്നതും സ്നേഹിക്കുന്നതും ഒരുപാട് ചേച്ചി ചേട്ടാ അങ്ങനെയുള്ള രീതിയിൽ പറയുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ ആ ഇത് എന്നും എൻ്റെ ജീവിതത്തിലുള്ളിടത്തോളം കാലം വരെ ഞാൻ തളരാതെ പിടിച്ചു നിൽക്കും. തീർച്ചയായും മലയാളികൾ ഒരിക്കലും മറക്കാത്ത ഒരു മുഖമാണ് സൗമ്യയുടേത്. സൗമ്യയെ എത്രത്തോളം മലയാളികൾ ഇവിടുത്തെ ഓരോ അമ്മമാരും സ്നേഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഈ അമ്മയെയും മലയാളികൾ സ്നേഹിക്കുന്നുണ്ട്.
കാരണം ഇതുപോലുള്ള ക്രൂരകൃത്യങ്ങൾ നമ്മുടെ നാട്ടിൽ നടമാടുമ്പോൾ ആദ്യം ഓർമ്മ വരുന്ന പേര് സൗമ്യയുടേതാണ്. മലയാളി ഏറ്റവും കൂടുതൽ വെറുക്കപ്പെട്ട പേര് ഗോവിന്ദചാമിയുടേതാണ്. കാരണം അമ്മ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഗോവിന്ദചാമിയുടെ അന്ത്യം തന്നെയാണ് സാധാരണ ഒരു മലയാളികളൊക്കെ ആഗ്രഹിക്കുന്നത്. കാരണം ഇതുപോലുള്ള കൊടും കുറ്റവാളി പുറത്തിറങ്ങി നടന്നാൽ മറ്റ് പെൺമക്കളുടെ ജീവന് തന്നെ അത് ഭീഷണിയാകും. അങ്ങനെ ഓരോ മക്കൾക്ക് വേണ്ടിയാണ്, പെൺമക്കൾക്ക് വേണ്ടിയാണ് ഈ അമ്മയുടെ പോരാട്ടവും. അത്ര അധികം കഴിഞ്ഞ കുറേ വർഷങ്ങളായി 14 വർഷത്തോളം തൻ്റെ മകൾക്ക് നീതി കിട്ടാൻ വേണ്ടി ഉള്ള പോരാട്ടം നടത്തുന്ന സൗമ്യയുടെ അമ്മ സുമതി, അമ്മയുടെ കണ്ണീര് മലയാളികളുടെ നെഞ്ചിലുണ്ട്, മനസ്സിലുണ്ട്. കാരണം ഈ അമ്മയ്ക്കൊപ്പമാണ് നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സ്. ഗോവിന്ദചാമി രക്ഷപ്പെട്ടെങ്കിൽ അതിന് പിന്നിൽ ആരുടെയൊക്കെ കരങ്ങളുണ്ട്, അവരെയും പുറത്തു കൊണ്ടുവരേണ്ടതാണ്. ഈ സമയം സ്പോട്ട് ലൈവിൽ തത്സമയം ഇരുന്ന തൻ്റെ വിഷമങ്ങൾ പങ്കുവെച്ച, വേദന പങ്കുവെച്ച സൗമ്യയുടെ അമ്മ പ്രത്യേകം നന്ദി. എന്തായാലും അമ്മയുടെ പോരാട്ടത്തിനൊപ്പം ഞങ്ങളുമുണ്ടാകും, മാധ്യമങ്ങളുണ്ടാകും, മലയാളികളുണ്ടാകും. എന്താണ് ഇന്ന് പുലർച്ചെ മുതൽ കണ്ണൂർ സെൻട്രൽ ജയിൽ മുതൽ സംഭവിച്ചത് വിശദമായി തന്നെ പരിശോധിക്കണം. എവിടെയാണ് വീഴ്ച സംഭവിച്ചത്, ആരുടെയൊക്കെ കരങ്ങൾ അതിന് പിന്നിലുണ്ട്. അതീവ സുരക്ഷയുള്ള കണ്ണൂർ സെൻട്രൽ ജയിലിലെ 10ാം നമ്പർ ബ്ലോക്കിൽ 4ാം നമ്പർ സെല്ലിലായിരുന്നു കൊടും കുറ്റവാളി ഗോവിന്ദചാമി. ഹാക്സോ ബ്ലേഡ് ഉപയോഗിച്ച് സെല്ലിലെ 2 കമ്പികൾ അറുത്തുമാറ്റി. പുലർച്ചെയാണ് ജയിൽ ചാടിയത്. ഇക്കാര്യം ജയിൽ ഉദ്യോഗസ്ഥർ അറിഞ്ഞത് മണിക്കൂറുകൾ വൈകി. സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജാണ് എന്നോടൊപ്പം ചേരുന്നത്. പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇത് അഭിമാനിക്കാം. 4 മണിക്കൂറിനകം ഇത്രയും വലിയൊരു കൊടും ക്രിമിനലിനെ പോലീസ് പിടികൂടിയിരിക്കുന്നു. എന്നാലും സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ ഇതേക്കുറിച്ച് നമ്മോട് പറയും. എന്താണ് ഈ ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടിയത് മുതൽ തന്നെ വളരെ വലിയൊരു ജാഗ്രതയോട് കൂടിയിട്ട് ഈ വിഷയത്തിൽ നമ്മൾക്ക് ഇടപെടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കണ്ണൂർ സിറ്റിയിലെ പോലീസ് ഉദ്യോഗസ്ഥർ, കണ്ണൂർ ACP പ്രദീപൻ, അതുപോലെ ടൗൺ SHO ശ്രീജിത്ത്, നമ്മുടെ ബാക്കിയുള്ള സ്ക്വാഡിലെയും ഡാൻസാഫിലെയും മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥർ, ഇവരെല്ലാം തന്നെ വളരെ അലേർട്ടോടും ജാഗ്രതയോടും കൂടി തന്നെ നമ്മൾക്ക് ഈ പ്രതിയുടെ പിന്നാലെ, ഈ പ്രതി പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളെ പറ്റിയിട്ടൊക്കെ മനസ്സിലാക്കാനും അതിനെ പറ്റിയിട്ട് തുടർന്ന് വലിയ രീതിയിലേക്ക് ആൾക്കാരുടെ ഇടയിൽ കൂടി, മീഡിയ വഴിയൊക്കെ നാട്ടുകാർക്കിടയിലേക്കും കൂടി ഇൻഫർമേഷൻ നമുക്ക് എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പ്രതി ഏത് സമയത്താണ് ജയിലിന് പുറത്തേക്ക് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കുകയും അതിനുശേഷം ഏറ്റവും സാധ്യമായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സെർച്ച് നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ആ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള എഫേർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഈ കഴിഞ്ഞ 3.5 മണിക്കൂർ കൊണ്ട് പ്രതിയെ നമുക്ക് പിടികൂടാൻ വേണ്ടി കഴിഞ്ഞത്. ഇയാൾ ഏതെങ്കിലും സഹായമൊക്കെ ലഭിച്ചിട്ടുണ്ടോ? അത്തരം കാര്യങ്ങൾ ഇപ്പോൾ പ്രാഥമികമായ ചോദ്യം ചെയ്യൽ കഴിഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും അടുത്തത് ഡീറ്റെയിൽ ആയിട്ടുള്ള പരിശോധനയിൽ ഈ ഒരു ഭാഗം കൂടെ പോലീസ് പരിശോധിക്കുകയാണ്. ഏതെങ്കിലും രീതിയിലേക്കുള്ള സഹായങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലേക്ക് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് സഹായമോ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെ കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പറയേണ്ടുന്ന കാര്യമാണ്. ബാക്കി പ്രതിയെ സാക്ഷിയുടെ മൊഴി അത് ഏത് രീതിയിൽ സഹായിച്ചു? ബാക്കി ഈ വിഷയത്തിൽ പബ്ലിക് വലിയ രീതിയിലേക്കുള്ള ഒരു അലേർട്ട് ഈ വിഷയത്തിലുണ്ടായിരുന്നു. അവരെ അലേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കൃത്യമായ രീതിയിൽ ഇൻഫർമേഷൻ കൊടുത്തുകൊണ്ട് പോലീസിന് അലേർട്ട്നെസ് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമയങ്ങളിലൊക്കെ നമുക്ക് ലഭിച്ച ഇൻഫർമേഷൻസ് ഒക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പരിശോധിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ക്രെഡിബിളായിട്ട് ഇൻഫർമേഷൻ കിട്ടിയതിൻ്റെ ഭാഗമായിട്ടും ആ ഒരു വലിയൊരു ഏരിയയിൽ വളരെ കൃത്യമായ രീതിയിൽ പ്ലാൻഡോട്ട് കൂടി ചെയ്യാൻ പറ്റിയതുകൊണ്ടാണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ പ്രതിയെ നമുക്ക് പിടികൂടാൻ വേണ്ടി കഴിഞ്ഞത്. ഏതെങ്കിലും ആയുധമോ അങ്ങനെ എന്തെങ്കിലും ഇയാൾ കയ്യിൽ നിന്ന് പിടികൂടും? ഇയാളുടെ വസ്ത്രം എങ്ങനെയാണ് മാറിയത്? അതൊക്കെ കൂടുതലായിട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കാണേണ്ടുന്ന കാര്യങ്ങളാണ്. അത് നമുക്ക് പിന്നീട് കയ്യിൽ നിന്ന് എന്തെങ്കിലും ഇയാളുടെ കയ്യിൽ നിന്ന് അയാൾ പിടികൂടുന്ന സമയത്ത് അയാളുടെ കയ്യിൽ നിന്ന് കുറച്ച് ചെറിയ ആയുധങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് കിട്ടിയിരുന്നു. അതൊക്കെ പോലീസ് ഈ വിഷയത്തിന്റെ ഭാഗമായിട്ട് കൊടുത്തു. വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി ഉറപ്പെന്ന് ജയിൽ മേധാവി ന്യൂസ് 18 പറഞ്ഞു. ഗോവിന്ദചാമിക്ക് വഴിവിട്ട സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. ജയിൽ നോർത്ത് മേഖല DIG വിശദമായ അന്വേഷണം നടത്തുമെന്നും ജയിലിലെ സുരക്ഷ അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്നും ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ പറഞ്ഞു. വളരെ ദൗർഭാഗ്യകരമായ ഒരു സംഭവമാണ് ഇന്ന് പുലർച്ചെ കണ്ണൂർ ജയിലിലുണ്ടായത്. പ്രതി ഇപ്പോൾ പിടിയിലായിട്ടുണ്ടെങ്കിലും വലിയ തരത്തിലുള്ള സംശയങ്ങൾ ഉയരുന്നുണ്ട്. ഇതിൽ ജയിൽ വകുപ്പിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥരുടെ സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയം ഇപ്പോൾ നമുക്കുണ്ടോ? ഒരു കാരണം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് നമുക്ക് വിവരം കിട്ടുമ്പോൾ ഒരു ദിവസം 7 മണിക്ക് വിവരം കിട്ടുമ്പോൾ പെട്ടെന്ന് പോലീസിനെ കോർഡിനേറ്റ് ചെയ്തിട്ട് കണ്ണൂർ സിറ്റി പോലീസ് വളരെ സജീവമായി എടുത്തിട്ട് കൂടാതെ മീഡിയയിലെ ആൾക്കാരിനെ പെട്ടെന്ന് പ്ലേസ് ആക്കിയിട്ട് മീഡിയയിലെ
ഈ വിവരം ജനങ്ങളുടെ ഇടയിലേക്ക് നമുക്ക് ഇഷ്ടം പോലെ ഇൻഫർമേഷൻ കിട്ടാൻ തുടങ്ങുമ്പോൾ നമുക്കൊരു 4 മണിക്കൂറിന് അവർക്ക് പിടിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും സാധുക്കരമാണ് ഞാൻ പറയുന്നു. രണ്ടാമത്തെ കാര്യങ്ങൾ താങ്കൾ പറയുന്നു ഇതിൽ ഏതെങ്കിലും വീഴ്ച ഉണ്ടോ, പ്ലാനിംഗ് ഉണ്ടോ? അത് DIG പ്രിസൺ, DIG ജയിൽ നോർത്ത് മേഖല അവിടെ അന്വേഷണം നടക്കുന്നുണ്ട്. അതിലെല്ലാ കാര്യങ്ങളിലും നമ്മൾ വളരെ വ്യക്തമായി പോയിട്ട് നോക്കിയിട്ട് ആരുടെ ഭാഗം വീഴ്ച ഉണ്ടെങ്കിൽ നടപടി വരും, ആരുടെ ഭാഗം തെറ്റുണ്ടെങ്കിൽ അതിൽ വരുന്ന നടപടികൾ നമുക്ക് മുന്നോട്ട് ഇത് എങ്ങനെ തടയണം അതിൽ കൃത്യമായി നമ്മുടെ ഒരു നിർദ്ദേശങ്ങൾ അയക്കാം. അതുവേണ്ടി മാത്രമേ എനിക്ക് സമയം പറയാനുണ്ട്. ഒരു ഒറ്റ കാര്യം കൂടി സാർ, ഈ ഫെൻസിങ്, ഈ മതിലിന്റെ ഫെൻസിങ്, വൈദ്യുതി ഫെൻസിങ് ആ സമയത്ത് ഓഫായിരുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് കാരണം നമുക്കിത് കോർഡിനേഷനിൽ പിടിക്കുക, അതെല്ലാം നമുക്ക് വെരിഫൈ ചെയ്യാം. അതുവേണ്ടി DIG എല്ലാ കാര്യങ്ങളും വളരെ വിശദമായി നോക്കുന്നുണ്ട്. കാരണം ഏകദേശം ഒരു വർക്കിംഗ് ആണോ ഇല്ല അതും നോക്കണം. ഏത് ഏരിയയിൽ വർക്കിംഗ് ആണോ, ആ സമയം കറന്റ് ഉണ്ടായിരുന്നു ഇല്ലായിരുന്നു, ബാക്കി കാര്യങ്ങളെല്ലാം വളരെ വിശദമായി നമുക്ക് നോക്കാം. കാരണം നമ്മുടെ ഇത് ആൾക്കാർ സെർച്ചിങ്ങും അതിൽ മൊത്തം കോൺസെൻട്രേറ്റ് ആയിരുന്നു ഇപ്പൊ വരെ. ഓക്കെ, അപ്പൊ ഈ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം ഇനി അങ്ങോട്ട് അന്വേഷിക്കാനിരിക്കുന്നതേ ഉള്ളൂ. അതെ, കാരണം ഇപ്പൊ 4 മണിക്കൂറിൽ നമ്മുടെ ആളിനെ പിടിച്ചിട്ടുണ്ട്. ബാക്കി പോലീസ് നോക്കും. പിന്നെ ജയിലിലെ കാര്യങ്ങൾ ജയിൽ DIG വളരെ വിശദമായി നടപടി ചെയ്തിട്ട് റിപ്പോർട്ട് നോക്കിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യാം. ഗോവിന്ദചാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുമെന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി വരുന്നുണ്ട്. KV ബൈജു ചേരുന്നു വീണ്ടും. ബൈജു, ഗോവിന്ദചാമിയെ കണ്ണൂരിൽ നിന്നും വിയ്യൂരിലേക്ക് മാറ്റാനുള്ള തീരുമാനമായിട്ടുണ്ടോ? അതോടൊപ്പം അറിയേണ്ടത് വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി ഉറപ്പെന്ന് ജയിൽ മേധാവി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ? എങ്ങനെയാണ് ഈ സുരക്ഷാ വീഴ്ച ഉണ്ടായത്? ഇയാൾ ചാടിയത് എങ്ങനെയാണ്? ആരുടെയെങ്കിലും സഹായം ഉണ്ടായിട്ടുണ്ടോ? ഇക്കാര്യങ്ങളിൽ എങ്ങനെയാണ് അന്വേഷണം നടക്കുന്നത്? അതോടൊപ്പം ബൈജു ഇപ്പോൾ നിൽക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്നതനുസരിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിന് മുന്നിലാണ്. എങ്ങനെയാണ് ഇയാൾ രക്ഷപ്പെട്ടത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. ബൈജു. തീർച്ചയായും ഇതിൽ ഏറ്റവും പുതുതായി ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ പ്രതിയെ ഗോവിന്ദചാമിയെ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് മാറ്റുന്നു എന്നത് തന്നെയാണ്. അതാണ് ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം. ടോമി, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ഗോവിന്ദചാമി ചാടിയ ജയിലിന് ആ മതിലിന് തൊട്ടടുത്താണ്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് കൃത്യമായി പോകാം. ദൃശ്യങ്ങളിൽ കാണാം അവിടെ ഒരു ബെഡ്ഷീറ്റ് തൂങ്ങി നിൽക്കുന്നത് ഇപ്പോഴും കാണാം. ആ മതിലിന് മുകളിലൂടെയാണ് ഇയാൾ, അതായത് നമുക്ക് ആ സോളാർ വേലി കാണാം, അത് വൈദ്യുതി വേലിയാണ്, അത് നമുക്ക് കാണാം. അതിന്റെ ഇടയിലൂടെ ഊർന്ന് ഇത്തരത്തിൽ ആ പുതപ്പ് അത് വെച്ച് കൃത്യമായി താഴേക്ക് വന്നു. ഇതാണ് ഇയാൾ ചാടിയ സ്ഥലം എന്ന് പറയുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ നോക്കിയാൽ കാണാം. പിന്നീട് ഇതുവഴി ഈ ഗേറ്റ് വഴി ഇയാൾ ഇങ്ങോട്ടേക്ക് വരുന്നു. അതിനുശേഷം ഇതുവഴിയാണ് അയാൾ ഈ കണ്ണൂർ ഭാഗത്തേക്ക്, നമ്മൾ നേരത്തെ കാണിച്ച കിണർ കണ്ട ആ ഭാഗത്തേക്ക് പോകുന്നത്. ഇതുവഴി നടന്നു പോകുന്നു. അതായത് 9:30 അവിടെ എത്തുന്നത്. അങ്ങനെയെങ്കിൽ ഒരു 8 മണി ആ സമയത്ത് ഗോവിന്ദചാമി ഇതിലെ കൂടി നടന്നു പോകുന്നുണ്ടാവും. ഒരു 7-7:30 സമയത്ത് ഇതിലെ നടന്നു പോകുന്നുണ്ടാവും. ഒരുപാട് വാഹനങ്ങൾ പോകുന്ന ദേശീയ പാതയാണിത്. ആ ദേശീയ പാതയോരത്താണ് ഇത്രയും വലിയ കൊടും ക്രിമിനൽ, ഇതെല്ലാം പോലീസിന്റെ ക്വാർട്ടേഴ്സുകളാണ്. പോലീസുകാരുടെ മുന്നിൽ കൂടി ഇയാൾ നടന്നുപോയി എന്ന് വേണം മനസ്സിലാക്കാൻ. അതും ഇയാൾ എവിടെ നിന്നാണ് ഇയാൾക്ക് ഇത്തരത്തിൽ ഈ വസ്ത്രം മാറാൻ സാധിച്ചു? വെള്ള സാധാരണ ജയിലിലിടുന്ന ഇത് കൂടാതെ ഇയാൾക്ക് പാൻസും അതുപോലെ തന്നെ ഷർട്ടും ഇത് എവിടുന്ന് സംഘടിപ്പിച്ചു? അതൊക്കെ ഉത്തരം കിട്ടാത്ത ചോദ്യമായി ഇപ്പോഴും തുടരുകയാണ്. നമുക്കിനി ഈ ജയിലിന്റെ മുൻവശത്തു കൂടി പോകാം. ഈ സ്ഥലം, ഇയാൾ ജയിൽ ചാടിയ സ്ഥലം, ഇതിന് തൊട്ടപ്പുറത്താണ് ഈ പ്രധാന ജയിലിന്റെ കവാടവും പോലീസ് സുരക്ഷയും ഒക്കെ ഉള്ളത്. പക്ഷേ ഈ ഒരു ഭാഗത്ത് ഒരു സുരക്ഷയും ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നേരത്തെ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന സ്ഥലത്തു നിന്നും ഈ ജയിലിനകത്തേക്ക് മദ്യക്കുപ്പി അതുപോലെ തന്നെ സിഗരറ്റ് പാക്കറ്റുകളൊക്കെ എറിഞ്ഞു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം വലിയ തോതിൽ ഇവിടെ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പൊ കാണാനില്ല. പക്ഷെ അവിടെ കാണാം ഒരു CCTV ക്യാമറ അവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഈ CCTV ക്യാമറയൊക്കെ 24 മണിക്കൂറും നിരീക്ഷിക്കേണ്ട ഒരു സാധനമാണ്. അതൊന്നും രാത്രി ഇയാളുടെ ചലനങ്ങളൊന്നും കണ്ടില്ല എന്ന് പറയുമ്പോൾ എവിടെയാണ് വീഴ്ച? ഇതിൽ ആരുടെ ഒത്താശയുണ്ടായി? ജയിൽ ഉദ്യോഗസ്ഥരുടെ ഒത്താശയുണ്ട്? അത്തരം ചോദ്യങ്ങളൊക്കെ, അത്തരം സംശയങ്ങളൊക്കെ ഉയരുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് മറ്റേ ജയിലിന്റെ മുൻവശത്തെ ദൃശ്യം കൂടി നമുക്ക് കാണാം. ഇതാണ് ആ ജയിലിന്റെ കവാടം. നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഇപ്പോൾ കാണാം. ഇത് ദേശീയപാതയോരത്ത് തൊട്ടുമുട്ടിയാണ് ഈ ജയിൽ സ്ഥിതി ചെയ്യുന്നത്. ഇതിലെ പോകുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിത്. ഇവിടെ നിന്നും ഈ 10ാം ബ്ലോക്ക് എന്ന് പറയുന്ന അതീവ സുരക്ഷാ സെല്ലിൽ നിന്നും അതിൽ തന്നെ ഇതുപോലുള്ള ഒരു മതിൽ അവിടെ ചുറ്റുമതിലുണ്ട്. ആ മതിലും കടന്ന് ഇത്രയും വലിയ വഴി, നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന ഈ 7 മീറ്ററോളം ഉയരമുള്ള ഈ മതിലും കടന്ന് ഇയാൾ പുറത്തു വന്ന് ഇയാളുടെ വസ്ത്രങ്ങളൊക്കെ മാറ്റി കൃത്യമായി 5 കിലോമീറ്റർ ആ ഒരു
സ്ഥലത്തേക്ക് എത്തുന്നു. പലതരം സ്ഥലങ്ങളിലും CCTV പരിശോധിച്ചാൽ നമുക്ക് കാണാം ഇയാൾ നടന്നാണ് ഈ സ്ഥലങ്ങളിലൊക്കെ നടന്നാണ് ഇയാൾ ഈ സ്ഥലങ്ങളിലൊക്കെ പോയിട്ടുള്ളതെന്ന് നമുക്ക് ഈ CCTV ദൃശ്യമൊക്കെ പരിശോധിച്ചാൽ കാണാം. ഇതിൽ ഏറ്റവും പ്രധാനമായത് നേരത്തെ നമ്മൾ കിണറിന് സമീപത്ത് വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോൾ കണ്ട ആ സാക്ഷി, അയാളാണ് ആ കിണറിൽ ഇയാൾ തൂങ്ങി നിൽക്കുന്നത് കാണുന്നതും പോലീസോട് പറയുന്നതും. ആദ്യം ഈ കെട്ടിടത്തിനകത്തായിരുന്നു ഇയാൾ ഉണ്ടായിരുന്നത്. നമുക്ക് ദൃശ്യം കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ ഈ ജയിൽ കവാടത്തിൽ എത്രത്തോളം ഇപ്പോൾ പോലീസുകാരൊക്കെ ഒരുപാട് അവിടെ നിയോഗിച്ചിട്ടുണ്ട്. ആദ്യം ആ കെട്ടിടത്തിനകത്ത് കയറുന്നു. നമ്മൾ ആ സമയത്ത് അവിടെ ഈ തെരച്ചിൽ നടത്തുന്ന സംഘത്തിനൊപ്പം നമ്മളും അവിടെ ഉണ്ടായിരുന്നു. ഞാനും എൻ്റെ ക്യാമറാമാൻ സുമേഷ് മൊറാരി നമ്മൾ അവിടെ ഉണ്ടായിരുന്നു. ദൃശ്യങ്ങൾ എടുത്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു വലിയ ശബ്ദം കേട്ടത്. അത് അവിടെ ഗോവിന്ദചാമി അവിടെ ഉണ്ട് എന്ന തരത്തിൽ ശബ്ദം വരുന്നത്. പിന്നീട് നമ്മൾ അതിൻ്റെ അകത്ത് അന്വേഷിക്കും, വലിയ ശബ്ദം, അതിൻ്റെ അകത്ത് ഇവരെ ഉപദ്രവിക്കാൻ വരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു തെരച്ചിൽ നടത്തുന്നവരെ. പിന്നീട് ഇയാൾ അവിടെ നിന്നും ചാടുന്നു. ആ ഒരു ഇരുനില കെട്ടിടം കണ്ടാൽ തന്നെ ഭയം തോന്നുന്ന ആ കെട്ടിടത്തിനകത്ത് നിന്നും പിന്നീട് ഇയാൾ പുറത്ത് ചാടി നേരത്തെ നമ്മൾ തുടക്കത്തിൽ കാണിച്ച ആ കിണറിലേക്ക് ഇയാൾ മുകളിൽ നിന്നും ചാടി. ഏകദേശം ഇത്ര തന്നെ ഈ സെൻട്രൽ ജയിലിന് തന്നെ ഉയരമുള്ള ഒരു മതിലാണ്. ആ മതിലും ചാടി ഇയാൾ ഈ കിണറ്റിൽ തൂങ്ങി നിൽക്കുന്ന സാഹചര്യമാണിപ്പോൾ നമ്മുടെ കണ്ണൂർ സെൻട്രൽ ജയിലിന്റെ അതിന്റെ പ്രവേശന കവാടം. നമ്മളിപ്പോൾ നടന്നു വന്ന ആ ചെറിയ മിനിറ്റുകൾക്ക് അകമെത്തിയ ഈ പ്രവേശന കവാടം. ഇവിടെ ഇത്രയും പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ഇതിന് ചുറ്റും ക്യാമറകളുണ്ട്. ഈ ക്യാമറകളൊന്നും ഇയാൾ ഇതിൽ നിന്നും മണിക്കൂറുകളോളം, അതായത് ഈ 10ാം ബ്ലോക്കിൽ നിന്നും ഇയാൾ പുറത്തേക്ക് വരുന്നു. അതിനുശേഷം ഈ പ്രധാനപ്പെട്ട ഈ മതിലിന് നമുക്ക് കാണാം, ഈ മതിലിന്റെ ഉയരം കാണാം. ടോമേ, ഒരു പുതപ്പ് വെച്ച് വളരെ നിസ്സാരം ഇതിൽ കയറി പുറത്തേക്ക് ചാടാൻ പറ്റുമെങ്കിൽ എത്ര ക്രിമിനലുകളുള്ള സ്ഥലമാണ് ഇതിൻ്റെ അകത്ത്. ഒരുപാട് ക്രിമിനലുകൾ. നേരത്തെ റിപ്പർ ചന്ദ്രൻ, അത് സുമേഷ് പുറാഴൊക്കെ പറയുന്നുണ്ടായിരുന്ന പോലെ റിപ്പർ ചന്ദ്രനൊക്കെ പാർപ്പിച്ചൊരു ജയിലാണ്. ആ ജയിലിൽ നിന്ന് എങ്ങനെയാണ് ഒരു തടവ് പുള്ളിക്ക് ഇത്തരത്തിൽ പുറത്ത് ഇത്ര എളുപ്പത്തിൽ വരാൻ സാധിക്കുന്നത്? നേരത്തെ തന്നെ ആസൂത്രണം ഉണ്ടായിട്ടുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. അത്തരം ആസൂത്രണം ചെയ്യുമ്പോൾ അതിന് ഒത്താശ ആരെങ്കിലും ചെയ്തു കൊടുത്തോ? അത് മാത്രമല്ല, ഇയാളുടെ വേഷങ്ങൾ അത് പെട്ടെന്നൊന്നും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലാണ് ഇയാളുടെ വേഷം. ഇയാൾ കണ്ടാൽ നമുക്ക് പോലും പെട്ടെന്ന് മനസ്സിലാവില്ല. അത് കൃത്യമായ ഒരു ദൃക്സാക്ഷി കാണുകയും രാവിലെ മുതൽ ഈ വാർത്ത ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തതിനെ തുടർന്ന് ഇയാൾ കൃത്യമായി അത് പോലീസിന് വിവരമറിയിക്കുകയും നാട്ടുകാർ ആ സ്ഥലം വളഞ്ഞു വെക്കുകയും ചെയ്തുകൊണ്ടാണ് ഇയാൾ പിടികൂടാനായത്. പിന്നീട് ഇയാൾ കിണറ്റിൽ ഒളിച്ചു നിൽക്കുന്ന സമയത്ത് അവിടെയും ഒരാൾ, ദൃക്സാക്ഷിയായ ഒരാൾ, അത് കൃത്യമായി സ്ഥലം കാണിച്ചു കൊടുക്കുക, ഇയാളെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കുകയും ചെയ്യായിരുന്നു. ഇതിലും നാട്ടുകാരാണ് കൃത്യമായി ഇയാളെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായത്. അതല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു അരമണിക്കൂർ വ്യത്യാസം വന്നാൽ ഇയാൾ ഒരു പക്ഷേ റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും, കാരണം അവിടെ 1/2 കിലോമീറ്റർ പോലും റെയിൽവേ സ്റ്റേഷനിലേക്കില്ല, ബസ് സ്റ്റാൻഡിലേക്കില്ല. കണ്ണൂരിന്റെ നഗരത്തിന്റെ തൊട്ടടുത്തെത്തിയിരിക്കുന്ന ഒരുപാട് വീടുകളൊക്കെയുള്ള സ്ഥലമാണ് ആ പ്രദേശം. ആ ഭാഗങ്ങളിലൊക്കെ വലിയ ഭയത്തോടെയാണ് രാവിലെ അവിടുത്തെ സ്ത്രീകൾ ഉൾപ്പെടെ, കാരണം ഇയാൾ എന്തും ചെയ്യാൻ മടിക്കാത്തൊരു ക്രൂരമായ ഒരു കുറ്റവാളിയാണ്. അതുകൊണ്ട് തന്നെ വലിയ ഭയത്തോടെയായിരുന്നു അവിടെയുള്ള ആളുകളൊക്കെ. നമ്മൾ രാവിലെ ആ ഭാഗത്തൊക്കെ തെരച്ചിൽ സംഘത്തിനോടൊപ്പം ഉണ്ടായിരുന്നു, ഭയത്തോടെ കഴിയുന്നുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അയാൾ രക്ഷപ്പെടാൻ നേരിയ ഒരു ഇത് കൊണ്ട് മാത്രമാണ് അയാൾക്ക് രക്ഷപ്പെടാൻ കഴിയാതെ പോയത്. അയാൾ കൃത്യമായി അത് ആ അമ്മ പറയുന്ന, അമ്മയുടെ കണ്ണുനീർ, അമ്മ ഇപ്പോഴും മകൾ നഷ്ടപ്പെട്ട ആ വേദനയിൽ, ആ ദുഃഖത്തിൽ കഴിയുന്ന ഒരു അമ്മയുടെ കൃത്യമായ ഒരു വിഷമം നമ്മൾ അല്പസമയം മുമ്പ് നമ്മൾ കേട്ടതാണ്. കേരളം മൊത്തം ഈ ഒരു സംഭവം, ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഇത്തരം ഒരു ക്രൈം, നമ്മൾ ഒരുപാട് ക്രൈം റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇത്രയും ക്രൂരമായ ഒരു ക്രൈം, ഇത്രയും ക്രൂരമായ ഒരു കൊലപാതകി നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടാവില്ല. ഇനി ഒരിക്കലും കാണാൻ സാധിക്കാത്ത രീതിയിൽ ഉള്ള ഒരാളാണ് ഇയാൾക്ക് തീർച്ചയായും. കാരണം ഗോവിന്ദചാമി രക്ഷപ്പെട്ട ശേഷം ആദ്യം കരുതിയത് ഇയാൾ, അതായത് പുലർച്ചെ 1:45 ഒരു ട്രെയിനിൽ രക്ഷപ്പെട്ടിരിക്കാമെന്നാണ്. കാരണം അത് കോയമ്പത്തൂരിലേക്ക് മറ്റോ രക്ഷപ്പെടാം എന്നുള്ള സാധ്യതയായിരുന്നു ആദ്യം പരിശോധിച്ചത്. പക്ഷേ അത്രയധികം സമയമുണ്ടായിട്ടും, അതായത് രാവിലെ 5 മണിക്കാണ് ജയിൽ അധികൃതർ വിവരമറിയുന്നത്. പോലീസിനെ വിവരമറിയിച്ചത് 7 മണിക്ക്. ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുന്നത് 7 മണി മുതൽ ഈ ഒരു 10 മണി വരെയുള്ള സമയം, ആ 3 മണിക്കൂർ സമയത്തിനിടെ വ്യാപകമായി തെരച്ചിൽ നടത്തുന്നു. പോലീസും നാട്ടുകാരും വലവിരിക്കുന്നു. വലിയ സംഭവവികാസങ്ങളൊക്കെയാണ്, നാടകീയമായ സംഭവവികാസങ്ങളൊക്കെയാണ് ഉണ്ടായത്. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം ഗോവിന്ദചാമി ഇത്രയധികം സമയമുണ്ടായിട്ടും ഒരുപക്ഷെ നാട് വിടാതിരുന്നത്, അതല്ലെങ്കിൽ ഈ പരിസരത്ത് തന്നെ ഒളിച്ചിരുന്നത്? ഇയാൾ എന്തിനാണ് ആ കിണറിലേക്ക് ഇറങ്ങി അവിടെ ഒരു ഒളി സങ്കേതമായി കരുതിയത്? പിടിക്കപ്പെടുമെന്നും ഒരു ഭീതി ഇയാൾക്കുണ്ടായിരുന്നോ? പിടിക്കപ്പെടുമ്പോഴുള്ള അവസ്ഥ എന്തായിരുന്നു? ഒരുപക്ഷെ ദൃശ്യം പകർത്തിയ സുമേഷിന് അടക്കം ഇക്കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയാൻ കഴിയുമായിരിക്കും, അല്ലേ? ടോമെ, പിടിക്കപ്പെടുമ്പോഴുണ്ടായ ആ കാര്യം ഞാൻ പറയാം. അത്
ഭീകരാവസ്ഥയായിരുന്നു. അയാളുടെ തുറിച്ച നോട്ടമായിരുന്നു, ഒരു വല്ലാത്തൊരു നോട്ടമായിരുന്നു, ഒരു ഭയപ്പെടുത്തുന്ന നോട്ടമായിരുന്നു. സത്യം പറഞ്ഞാൽ ഞാനത് നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഡോക്ടർ, ഒരു വനിതാ ഡോക്ടർ മൊഴി നൽകാൻ പോയപ്പോൾ വിചാരണ സമയത്ത് അവർ പുറത്തിറങ്ങി പോലീസുകാരോട് പറഞ്ഞത് അത്രത്തോളം ഒരു ഭീകരമായൊരു നോട്ടമാണ് ഇയാൾ, ഭയം തോന്നുന്ന ഒരു ഡോക്ടർ പോലും പറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് ശരിക്കും ഞാൻ ഇന്ന് അത് കണ്ടു. ഇയാളിൽ നിന്നുള്ള ഒരു നോട്ടം വല്ലാത്തൊരു നോട്ടമായിരുന്നു. നമുക്ക് ഭയം തോന്നും സത്യത്തിൽ, അങ്ങനെ ഒരു നോട്ടമാണ്. അത് ദൃശ്യങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാം. എന്തായാലും ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസിൽ നമ്മൾ കാണിച്ച ആ കിണറിൽ ഇയാൾ ഒളിച്ചിരുന്നതല്ല ടോം, അതിന് തൊട്ട് മുകളിൽ അത് ഒരു ചുറ്റി ഇപ്പുറത്ത് മറ്റൊരു ഭാഗത്ത് വരണം. അതുകൊണ്ടാണ് അവിടെ ഒരു ആ ബിൽഡിങ്ങിന്റെ അകത്തായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് ആ തെരച്ചിൽ സംഘത്തിനൊപ്പം ഞാനും ക്യാമറാമാൻ സുമേഷ് മൊറാഴിയും ഉണ്ടായിരുന്നു. ഞങ്ങളത് ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അതിൻ്റെ അകത്ത് ശബ്ദം കേട്ടതും ഗോവിന്ദച്ചാമിയെ കണ്ടെത്തുന്നതും. പിന്നീട് അയാൾ പിറകുവശത്തെ ഈ ആളുകൾ കണ്ടെത്തിയെന്ന് മനസ്സിലായപ്പോൾ പിറകുവശത്തോടുകൂടി അയാൾ ആ കെട്ടിടത്തിൽ നിന്നും പുറത്തേക്ക് ചാടുകയും അതിനുശേഷം അവിടെ ഒരു വലിയ മതിൽ, ഏകദേശം നേരത്തെ കാണിച്ചതുപോലെ തന്നെ നമ്മളത് ആദ്യം കാണിച്ച ദൃശ്യങ്ങളിൽ ആ മതിൽ നമ്മൾ യെസ്, 2011 ഫെബ്രുവരി 1 എറണാകുളത്തു നിന്നും ഷൊർണൂർക്ക് പോവുകയായിരുന്ന ട്രെയിനിലെ വനിതാ കമ്പാർട്ട്മെന്റിൽ വെച്ച് സൗമ്യ ആക്രമിക്കപ്പെടുന്നത്. ഗുരുതരമായി പരിക്കേറ്റ സൗമ്യ ഫെബ്രുവരി 6 തൃശൂർ മെഡിക്കൽ കോളേജിൽ വെച്ച് മരണമടയുന്നു. കേരള സമൂഹത്തെ തന്നെ ഞെട്ടിച്ച ഇത്രത്തോളം ക്രൂരമായ കുറ്റകൃത്യത്തിൽ പ്രതിയായ ഗോവിന്ദചാമിക്ക് 2011, അതായത് അതേ വർഷം നവംബർ 11 വധശിക്ഷ വിധിക്കുന്നു. വധശിക്ഷയ്ക്ക് പുറമെ ജീവപര്യന്തവും ശിക്ഷയും തൃശൂർ അതിവേഗ കോടതി വിധിച്ചിരുന്നു. പിന്നീട് കേരള ഹൈക്കോടതി തൃശൂർ അതിവേഗ കോടതിയുടെ വിധി ശരിവെക്കുകയുണ്ടായി. അതിനുശേഷമാണ് പ്രതിഭാഗം നിയമ പോരാട്ടം നടത്തുന്നത്. അതായത് സുപ്രീം കോടതി വരെയും പോകുന്നു. 2017 വരെ നീണ്ട നിയമ പോരാട്ടം. അതിനുശേഷമാണ് സുപ്രീം കോടതി ഇയാളുടെ വധശിക്ഷ റദ്ദാക്കുന്നത്. അതേ തുടർന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുകയായിരുന്നു. അതിനിടെയാണ് ഈ ജയിൽ ചാട്ടം ഉണ്ടാകുന്നത്. KV ബൈജുവിലേക്ക് വീണ്ടും. ബൈജു, ഏറ്റവും ഒടുവിലായി എങ്ങനെയാണ് നിലവിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഗോവിന്ദചാമി ജയിൽ ചാടിയതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ജയിൽ അധികൃതരുടെ പങ്കുൾപ്പെടെ അന്വേഷിക്കുന്നുണ്ടോ? യെസ്, KV ബൈജുവും സുമേഷ് മൊറാഴിയും ആണ് വിവരങ്ങൾ നൽകിയത്. ഏറെ ദാരുണമായ സംഭവം, ഞെട്ടിപ്പിച്ച സംഭവമായിരുന്നു ഇന്ന് പുലർച്ചെ മലയാളികൾ കേട്ടത്. കാരണം ഗോവിന്ദചാമി ജയിൽ ചാടിയെന്ന് കേട്ടപ്പോൾ സ്വാഭാവികമായും പെൺകുട്ടികളുടെ, സ്ത്രീകളുടെയൊക്കെ ഉള്ളിൽ വലിയ ആശങ്ക ഉണ്ടായി കാണും. പെൺമക്കളുള്ള അമ്മമാരുടെ ഉള്ളിൽ വലിയ ആശങ്ക ഉണ്ടായി കാണും. കാരണം സൗമ്യയ്ക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കേട്ടതാണ്. ഒരു ഭിക്ഷാടനം നടത്തിയിരുന്ന ഗോവിന്ദചാമി അതിക്രൂരമായി സൗമ്യയെ ബലാത്സംഗത്തിനിടെ കൊലപ്പെടുത്തുന്നു. ആ കേസിൽ ഗോവിന്ദചാമിക്ക് തൃശ്ശൂരിലെ കോടതി തൂക്കുകയർ വിധിച്ചതാണ്. അതിനുശേഷമാണ് നിയമ പോരാട്ടം നടക്കുന്നത്. ഗോവിന്ദചാമിക്ക് വേണ്ടി പല ഉന്നതരും രംഗത്തിറങ്ങുന്നു. ലക്ഷങ്ങൾ മുടക്കിയുള്ള നിയമ പോരാട്ടങ്ങൾ പ്രതിഭാഗത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. അതേ തുടർന്നാണ് സുപ്രീം കോടതി ഇയാളുടെ വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചത്. എന്തായാലും ഗോവിന്ദചാമിയെ രക്ഷപ്പെട്ട, കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട ഗോവിന്ദചാമിയെ പിടികൂടാൻ കഴിഞ്ഞത് ആശ്വാസകരമാണ്. പക്ഷേ ഇപ്പോഴും പല ചോദ്യങ്ങളും ബാക്കിയാണ്. ആരാണ് ഇയാളെ സഹായിച്ചത്? അതിന് പിന്നിൽ ജയിൽ അധികൃതരുടെ സഹായം, വഴിവിട്ട സഹായം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ അവർക്കെതിരെ ശക്തമായ നടപടിയാണ് സ്വീകരിക്കേണ്ടത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.